കന്മതിൽ എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ഓപ്ഷൻ എ കൺ അധികം മതിൽ, ഓപ്ഷൻ ബി കൽ അധികം മതിൽ, ഓപ്ഷൻ സി കൻ അധികം മതിൽ, ഓപ്ഷൻ ഡി കല്ല് അധികം മതിൽ. അടുത്തത് ആചന്ദ്രതാരം എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? ആചന്ദ്രതാരം എന്ന ശൈലിയുടെ അർത്ഥം എന്ത് എന്നുള്ളതാണ്. ഓപ്ഷൻ എ അവസാനിപ്പിക്കുക, ഓപ്ഷൻ ബി പ്രാധാന്യമുള്ള, ഓപ്ഷൻ സി ചന്ദ്രനും നക്ഷത്രവും, ഓപ്ഷൻ ഡി എല്ലാ കാലവും. അടുത്തത് അസ് യു സോ സോ യു റീപ് എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? അസ് യു സോ സോ യു റീപ് ഈ ശൈലിയുടെ അർത്ഥം എന്താണ് എന്നതാണ്. ഓപ്ഷൻ എ കുരയ്ക്കുന്ന പട്ടി കടിക്കില്ല, ഓപ്ഷൻ ബി ജ്ഞാനമാണ് വലുത്, ഓപ്ഷൻ സി ആരോഗ്യമാണ് ധനം, ഓപ്ഷൻ ഡി വിതച്ചതേ കൊയ്യൂ. അടുത്തത് നിലാവിന്റെ പര്യായം അല്ലാത്തത് ഏത് എന്നതാണ് ചോദ്യം. നിലാവിന്റെ പര്യായം അല്ലാത്തത് ഏത് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ കൗമുദി, ഓപ്ഷൻ ബി പനിമതി, ഓപ്ഷൻ സി ചന്ദ്രിക, ഓപ്ഷൻ ഡി ജ്യോത്സന. അടുത്തത് വ്രീള എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? വ്രീള എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ഓപ്ഷൻ എ സമുദ്രം, ഓപ്ഷൻ ബി രക്തം, ഓപ്ഷൻ സി ലജ്ജ, ഓപ്ഷൻ ഡി കിരണം. അടുത്തത് ശരിയായ പ്രയോഗം ഏത് എന്നുള്ളതാണ്. ഏത് രീതിയിലാണ് എഴുതുന്നത് ശരിയായിട്ട് എഴുതാറുള്ളത് എന്നാണ്. ശരിയായിട്ടുള്ള രൂപം ഏത് എന്നതാണ് ചോദ്യം. ശരിയായ പ്രയോഗം ഏത് എന്നതാണ്. അടുത്തത് കലവറ എന്ന പദം പിരിച്ചെഴുതിയാൽ എങ്ങനെയാണ്? ഓപ്ഷൻ എ കലാം അധികം വറ, ഓപ്ഷൻ ബി കലം അധികം അറ, ഓപ്ഷൻ സി കലം അധികം വറ, ഓപ്ഷൻ ഡി കല അധിക വറ. ഒന്നുകൂടെ പറയാം. ഓപ്ഷൻ എ കല അധികം വറ, ഓപ്ഷൻ ബി കലം അധികം അറ, ഓപ്ഷൻ സി കലം അധികം വറ, ഓപ്ഷൻ ഡി കല അധിക വറ. അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നതിൽ സർപ്പം എന്ന അർത്ഥം വരാത്ത പദം ഏത്? നാഗം, നാക്കം, ഉരകം, പന്നകം. നാഗം, നാക്കം, ഉരകം, പന്നകം. അടുത്തത് തണുപ്പുണ്ട് എന്ന പദം ഏത് സന്ധിയിൽ വരുന്നു എന്നുള്ളതാണ്. തണുപ്പുണ്ട് എന്ന പദം, ആ വാക്ക് ഏത് സന്ധിയിൽ വരുന്നു എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആദേശസന്ധി, ഓപ്ഷൻ ബി ആഗമസന്ധി, ഓപ്ഷൻ സി ലോപസന്ധി, ഓപ്ഷൻ ഡി ദ്വിത്വസന്ധി. അടുത്തത് ദീപാവളി കുളിക്കുക എന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്ത്? ദീപാവളി കുളിക്കുക എന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്ത് എന്നതാണ്. ഓപ്ഷൻ എ ദീപം ചാർത്തുക, ഓപ്ഷൻ ബി ദുർവ്യയം ചെയ്ത് ദരിദ്രനാകുക, ഓപ്ഷൻ സി മിതവ്യയം ചെയ്ത് സമ്പാദിക്കുക, ഓപ്ഷൻ ഡി എണ്ണ തേച്ച് കുളിക്കുക. അടുത്തത് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണത്തിന് കുറവ് വരുന്ന സന്ധി ഏത് എന്നുള്ളതാണ്. ഓപ്ഷൻ എ ലോപസന്ധി, ഓപ്ഷൻ ബി ദ്വിത്വസന്ധി, ഓപ്ഷൻ സി ആഗമസന്ധി, ഓപ്ഷൻ ഡി ആദേശസന്ധി. ടിറ്റ് ഫോർ ടാറ്റ് എന്നതിന്റെ മലയാള തർജ്ജമ ഏത് എന്നാണ് അടുത്ത ചോദ്യം. ടിറ്റ് ഫോർ ടാറ്റ് എന്നതിന്റെ മലയാള തർജ്ജമ ഏത്? ഓപ്ഷൻ എ വേലി തന്നെ വിളവ് തിന്നുക, ഓപ്ഷൻ ബി ഇരയിട്ട് മീൻ പിടിക്കുക, ഓപ്ഷൻ സി ഉരുളയ്ക്ക് ഉപ്പേരി, ഓപ്ഷൻ ഡി ഉണ്ടച്ചോറിൽ കല്ലിടുക. അടുത്തത് മലയാളം എന്ന പദത്തിന്റെ അർത്ഥം എന്ത് എന്നുള്ളതാണ്. മലയാളം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് എന്നതാണ്. ഓപ്ഷൻ എ കയർ, ഓപ്ഷൻ ബി അരയന്നം, ഓപ്ഷൻ സി പക്ഷി, ഓപ്ഷൻ ഡി അസ്ഥികൂടം. അടുത്തത് വിണ്ടലം എന്ന പദം പിരിക്കുന്നത് ഒരുപാട് തവണ ചോദിച്ചൊരു ചോദ്യമാണ് PSC. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. വിണ്ടലം എന്ന പദം പിരിക്കുന്നത് എങ്ങനെ? ഓപ്ഷൻ എ വിൻ അധികം തലം, ഓപ്ഷൻ ബി വിണ്ട് അധികം അലം, ഓപ്ഷൻ സി വിൻ അധികം ഡലം, ഓപ്ഷൻ ഡി വിൻ അധികം തലം. അടുത്തത് പച്ചക്കല്ല് എന്ന പദം ഏത് സന്ധിയിൽ വരുന്നു എന്നുള്ളതാണ്. പച്ചക്കല്ല് എന്ന പദം ഏത് സന്ധിയിൽ വരുന്നു? ഓപ്ഷൻ എ ആഗമസന്ധി, ഓപ്ഷൻ ബി ലോപസന്ധി, ഓപ്ഷൻ സി ആദേശസന്ധി, ഓപ്ഷൻ ഡി ദ്വിത്വസന്ധി. ഇനി ഇംഗ്ലീഷിൽ സെമികോളൻ എന്ന പേരുള്ള ചിഹ്നത്തിന്റെ മലയാളത്തിലെ പേരെന്ത്? അതായത് സെമികോളനെ മലയാളത്തിൽ എന്താണ് പറയുക? ഓപ്ഷൻ എ അല്പവിരാമം, ഓപ്ഷൻ ബി അർദ്ധവിരാമം, ഓപ്ഷൻ സി ഭിത്തിക, ഓപ്ഷൻ ഡി പൂർണ്ണവിരാമം. രാഷ്ട്രപതിയുടെ വെള്ളി മെഡൽ ആദ്യമായി ലഭിച്ച നീലക്കുയിൽ എന്ന മലയാള ചലച്ചിത്രത്തിന്റെ തിരക്കഥാകൃത്ത് ആരായിരുന്നു? രാഷ്ട്രപതിയുടെ വെള്ളി മെഡൽ ആദ്യമായി ലഭിച്ച നീലക്കുയിൽ എന്ന മലയാള ചലച്ചിത്രത്തിന്റെ തിരക്കഥാകൃത്ത് ആരായിരുന്നു? ഓപ്ഷൻ എ തകഴി ശിവശങ്കരപിള്ള, ഓപ്ഷൻ ബി ഉറൂബ്, ഓപ്ഷൻ സി തോപ്പിൽ ബാസി, ഓപ്ഷൻ ഡി MT വാസുദേവൻ നായർ. അർജന്റീനയുടെ ജേഴ്സി എന്ന കൃതി എഴുതിയതാര് എന്നതാണ് അടുത്ത ചോദ്യം. അർജന്റീനയുടെ ജേഴ്സി എന്ന കൃതി എഴുതിയതാര്? ഓപ്ഷൻ എ ലയണൽ മെസ്സി, ഓപ്ഷൻ ബി ഖാലിദ് ഹുസൈനി, ഓപ്ഷൻ സി ബെന്യാമിൻ, ഓപ്ഷൻ ഡി KR മീര. കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ആര് എന്നതാണ് ചോദ്യം. കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ആര്? കുഞ്ചൻ നമ്പ്യാർ, വള്ളത്തോൾ, കുമാരനാശാൻ, ഉള്ളൂര്.
40ാമത്തെ ചോദ്യം, സാറാമ്മ കേശവൻ നായർ ഏത് നോവലിലെ കഥാപാത്രങ്ങളാണ്? സാറാമ്മയും കേശവൻ നായരും ഏത് നോവലിലെ കഥാപാത്രങ്ങളാണ് എന്നതാണ്. അപ്പോൾ നമ്മുടെ ചോദ്യം എന്തായിരുന്നു? കന്മതിൽ എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെയെന്നുള്ളതായിരുന്നു അല്ലേ. നമ്മൾ സന്ധ്യകളുടെ ക്ലാസ്സിൽ വളരെ വിശദമായി പറഞ്ഞിരുന്നു. കൻ അധികം മതിൽ എന്നാണ് ഇതിൽ എഴുതുന്നത് അല്ലേ. അപ്പോൾ നമ്മളത് ചേർത്ത് എഴുതുന്ന സമയത്ത് കന്മതിൽ എന്നാണെങ്കിൽ ഇൻ മാറി ഇൽ ആവുമെന്ന് പറഞ്ഞിരുന്നു അല്ലേ. നമുക്ക് ഇൻ എന്ന അക്ഷരമാണ് വരുന്നതെങ്കിൽ അത് ഇൽ എന്ന അക്ഷരമായി മാറുകയും ഇല്ലാണ് വരുന്നതെങ്കിൽ അത് ഇൻ എന്നാവുമെന്ന് സന്ധ്യകളുടെ ക്ലാസ്സിൽ നമ്മൾ പെട്ടെന്ന് കിട്ടാനുള്ള ട്രിക്കായിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി, കൽ അധികം മതിൽ എന്നുള്ളതാണ്. കൽ അധികം മതിൽ. അടുത്തത്, ആചന്ദ്രതാരം എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? ആചന്ദ്രതാരം എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? എല്ലാ കാലവും. എന്താണ്? എല്ലാ കാലവും എന്നുള്ളതാണ്. അസ് യു സോ സോ യു റീപ്. ഒരുപാട് തവണ PSC മാറി മാറി ചോദിച്ച ചോദ്യമാണ് ഏത്? അസ് യു സോ സോ യു റീപ്. എന്താണ്? ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. വിതച്ചതേ കൊയ്യൂ. എന്താണ് അസ് യു സോ സോ യു റീപ് എന്നതിന്റെ അർത്ഥം എന്താണ്? വിതച്ചതേ കൊയ്യൂ. അടുത്ത ചോദ്യം, നിലാവിന്റെ പര്യായം അല്ലാത്തത് ഏത്? നമ്മൾ നമ്മുടെ വീഡിയോ ക്ലാസ്സിൽ ഒരുപാട് തവണ പറഞ്ഞിരുന്നു. മലയാളം പര്യായ പദങ്ങളുടെ ക്ലാസ്സിൽ ഒരുപാട് തവണ പറഞ്ഞതാണ്. PSC സ്ഥിരമായി ചോദിക്കാറുള്ളതാണെന്ന് പറഞ്ഞിരുന്നു. ഓർത്ത് ഇരിക്കാനുള്ള എളുപ്പ വഴികളും പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ കൗമുദി, ചന്ദ്രിക, ജ്യോത്സന എന്നിവ മൂന്ന് എന്താണ്? നിലാവിന്റെ പര്യായങ്ങളാണ്. കൗമുദി, പനിമതി, ചന്ദ്രിക, ജ്യോത്സന എന്നല്ലേ ഓപ്ഷൻ വന്നത്? ഓപ്ഷൻ ബി പനിമതി എന്നതാണ് ഇതിൽ പര്യായമല്ലാത്തത് വരുന്നത്. അപ്പോൾ ഇതിൽ പര്യായമല്ലാത്തത് ഓപ്ഷൻ ബി പനിമതി. വ്രീള എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? വ്രീള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലജ്ജ എന്നാണ്. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. വ്രീള എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ലജ്ജ എന്നാണ്. ഇനി ശരിയായ പ്രയോഗം ഏതാണ്? എങ്ങനെ എഴുതുക? പ്രതിനിധീകരിക്കുക അല്ലെ. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ ഡി. കലവറ എന്ന പദം പിരിച്ചാൽ എന്താണ്? കലവറ എന്ന പദം പിരിച്ചാൽ എങ്ങനെയായിരിക്കും വരിക? ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. കലം അധികം അറ എന്നുള്ളതാണ്. കലം അധികം അറ എന്നുള്ളതാണ് ശരിയായ ഉത്തരം. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നതിൽ സർപ്പം എന്ന അർത്ഥം വരാത്ത പദം ഏത്? നമ്മൾ പര്യായ പദങ്ങളും സമാന പദങ്ങളെല്ലാം എടുക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നു. സർപ്പം അല്ലേ. നാഗം, ഉരകം, പന്നകം, ഗ എന്നുള്ള അക്ഷരം അല്ലേ. അപ്പോൾ നാഗം, ഉരകം, പന്നകം എന്താണ്? സർപ്പം എന്നാണ്. ഇനി ഈ കാ നോക്കുക. നമുക്ക് നാമേ പണിവതു നാഗം നരകവും അതുപോലെ. നരകം അല്ലേ. നരകവും സ്വർഗവും പറയണം. അപ്പൊ നരകത്തിലെ കായാണ് വരുന്നതെങ്കിൽ, സാധാരണ കാ ആണ് വരുന്നതെങ്കിൽ എന്താണ്? നരകം സ്വർഗം എന്ന് പറയില്ലേ. അപ്പോൾ നാഗം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് നാമേ പണിവതു നാഗം നരകവും അതുപോലെ. സ്വർഗം എന്നാണ് നാഗത്തിന്റെ അർത്ഥം. അടുത്തത്, തണുപ്പുണ്ട് എന്ന സന്ധി ഏതിൽ വരുന്നതാണ്? തണുപ്പുണ്ട്. PSC ഒരുപാട് തവണ ചോദിച്ച ചോദ്യമാണ് അല്ലേ. തണുപ്പുണ്ട് ഏതാണ്? ലോപസന്ധിയാണ്. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ലോപസന്ധി. ഇനി ദീപാവളി കുളിക്കുക എന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്തെന്നതാണ് അടുത്ത ചോദ്യം. ദീപാവളി കുളിക്കുക എന്തായിരുന്നു? ദുർവ്വയം ചെയ്ത് ദരിദ്രനാവുക. നമ്മുടെ ശൈലികളുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇനിയും ക്ലാസ്സുകൾ കാണാത്തവരെ ഇപ്പോൾ തന്നെ കണ്ടു തുടങ്ങുക. അടുത്തത്, വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണത്തിന് കുറവ് വരുന്ന സന്ധി. നമ്മൾ സന്ധികളുടെ ക്ലാസ് 4 പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്തിരുന്നു. അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്താണ് സന്ധികൾ എന്നുള്ളത് അല്ലേ. വർണ്ണങ്ങൾ കൂടിച്ചേരുമ്പോൾ വരുന്ന മാറ്റത്തെ അല്ലെങ്കിൽ വർണ്ണമാറ്റത്തെയാണ് സന്ധി എന്ന് പറയുന്നത്. 4 തരത്തിലുള്ള സന്ധികളാണ് ഉള്ളത്. ലോപസന്ധി, ദ്വിത്വസന്ധി, ആഗമസന്ധി, ആദേശസന്ധി. 2 വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ലോപിച്ചില്ലാതാവുകയാണെങ്കിൽ, ലോപിക്കുക എന്ന് പറഞ്ഞാൽ നഷ്ടമാവുക, ഇല്ലാതാവുക, കുറവ് വരിക. അങ്ങനെ കുറവ് വരികയാണെങ്കിൽ ആ വർണ്ണമാറ്റത്തെ പറയുന്ന പേരാണ് ലോപം, ലോപസന്ധി. ഒരു വർണ്ണം ലോപിച്ചില്ലാതാവുകയാണെങ്കിൽ, ഒരു വർണ്ണം ഇല്ലാതാവുകയാണെങ്കിൽ അതെന്താണ്? ലോപസന്ധി. അപ്പോൾ ശരിയായ ഉത്തരം ഓപ്ഷൻ എ ലോപസന്ധി. വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണത്തിന് കുറവ് വരുന്ന സന്ധിയാണ് ഇത് ലോപസന്ധി. അടുത്തത്, ടിറ്റ് ഫോർ ടാറ്റ് എന്നതിന്റെ മലയാള തർജ്ജമ എന്തായിരുന്നു? ഉരുളയ്ക്ക് ഉപ്പേരി. ടിറ്റ് ഫോർ ടാറ്റ് എന്താണ്? ഉരുളയ്ക്ക് ഉപ്പേരി. മലയാളം എന്താണ്? മലയാളം അരയന്നം. ഓപ്ഷൻ ബി അരയന്നം. അടുത്തത്, വിണ്ടലം. PSC സ്ഥിരമായി ചോദിക്കാറുള്ളതാണ് വിണ്ടലം അല്ലേ. എന്താണ് ശരിയായ ഉത്തരം? വിൺ അധികം തലം എന്നുള്ളതാണ്. പച്ചക്കല്ല്. ഇതും PSC മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യം തന്നെയാണ്.
പച്ചക്കല്ല് എന്താണ്? ദ്വിത്വസന്ധിയാണ്. എന്താണ്? ദ്വിത്വസന്ധിയാണ്. പച്ച അധികം കല്ല് എന്ന് പിരിച്ചെഴുതും അല്ലേ? അപ്പോൾ കല്ല് എന്ന് എഴുതുന്ന സമയത്ത് അതിചിഹ്നം കഴിഞ്ഞു വരുന്ന പദത്തെ എന്ത് പറയും? ഉത്തരപദം എന്ന് പറയും അല്ലേ? ആ ഉത്തരപദത്തിലെ ആദ്യത്തെ വ്യഞ്ജനം ഇരട്ടിക്കുകയാണെങ്കിൽ അതെന്താണ്? ദ്വിത്വസന്ധിയാണ്. അതിചിഹ്നം കഴിഞ്ഞു വരുന്ന വ്യഞ്ജനം ഇരട്ടിക്കുകയാണെങ്കിൽ അത് ദ്വിത്വസന്ധി ആയിരിക്കും എന്ന് പറഞ്ഞിരുന്നു. ഓപ്ഷൻ ഡി ദ്വിത്വം. അടുത്തത്, ഇംഗ്ലീഷിൽ സെമിക്കോളൻ എന്ന പേരുള്ള ചിഹ്നത്തിന്റെ മലയാളത്തിലെ പേരെന്ത്? ഇംഗ്ലീഷിൽ സെമിക്കോളൻ എന്ന പേരുള്ള ചിഹ്നത്തിന്റെ മലയാളത്തിലെ പേര്, അതായത് സെമിക്കോളനെ മലയാളത്തിൽ എന്താണ് പറയുക? അർദ്ധവിരാമം. എന്താണ്? അർദ്ധവിരാമം. അടുത്തത്, രാഷ്ട്രപതിയുടെ വെള്ളി മെഡൽ ആദ്യമായി ലഭിച്ച നീലക്കുയിൽ എന്ന മലയാള ചലച്ചിത്രത്തിന്റെ തിരക്കഥാകൃത്ത് ആരായിരുന്നു? ഉറൂബ്. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ഉറൂബ്. 1954 പുറത്തിറങ്ങിയ ചിത്രമാണ് നീലക്കുയിൽ അല്ലേ? അപ്പോൾ ഈ ചിത്രം 2 സംവിധായകർ ചേർന്നിട്ടാണ് സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്നത്. പി ഭാസ്കരനും രാമു കാര്യാട്ടം അല്ലേ? ഇപ്പോൾ 1954 പുറത്തിറങ്ങിയ ഈ ചിത്രം മികച്ച 2ാമത്തെ ചലച്ചിത്രമായിട്ട് ദേശീയ പുരസ്കാരം ഏറ്റുവാങ്ങിയ ഒരു ചിത്രം കൂടെയാണ്. പി ഭാസ്കരനും രാമു കാര്യാട്ടുമായിരുന്നു സംവിധായകർ. ഉറൂബാണ് ഈ ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചത്. ഉറൂബ്. അടുത്തത്, അർജന്റീനയുടെ ജേഴ്സി എന്ന കൃതി എഴുതിയത് ആരാണ്? അർജന്റീനയുടെ ജേഴ്സി ആരാണ് എഴുതിയത്? ഓപ്ഷൻ സി ബെന്യാമിൻ. ഓപ്ഷൻ സി ബെന്യാമിൻ. അടുത്തത്, കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ആരാണ്? കേരള കലാമണ്ഡലം അല്ലേ? ആരായിരുന്നു? വള്ളത്തോൾ നാരായണ മേനോൻ. വള്ളത്തോൾ നാരായണ മേനോൻ. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. വള്ളത്തോൾ നാരായണ മേനോനും മണക്കുളം മുകുന്ദരാജയും ചേർന്ന്, വള്ളത്തോൾ നാരായണ മേനോനും മണക്കുളം മുകുന്ദരാജയും ചേർന്നാണ് കേരള കലാമണ്ഡലം സ്ഥാപിച്ചത്. ചെറുതുരുത്തിയിൽ അല്ലേ? നീളയുടെ തീരത്ത് ചെറുതുരുത്തിയിലാണ് കേരള കലാമണ്ഡലം സ്ഥാപിച്ചത്. വള്ളത്തോൾ നാരായണ മേനോനും മണക്കുളം മുകുന്ദരാജയും ചേർന്ന് സ്ഥാപിച്ചതാണ്. അടുത്തത്, സാറാമ കേശവൻ നായർ. നമുക്കറിയാം സാറാമ കേശവൻ നായർ അല്ലേ? ആകാശമിട്ടായി ഇതെല്ലാം ഏതിലെ കഥാപാത്രങ്ങളായിരുന്നു? വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രേമലേഖനം എന്ന കൃതിയിലെ കഥാപാത്രങ്ങളാണ് സാറാമയും കേശവൻ നായരും. ശ്ലഷ്ണശിലാശില്പം ശരിയായി വിഗ്രഹിച്ചെഴുതുന്നത് എങ്ങനെ? എന്താണ് ശ്ലഷ്ണശിലാശില്പം എന്നറിയണം അല്ലേ? ശ്ലഷ്ണം എന്ന് പറഞ്ഞാൽ മിനുസമുള്ള എന്നാണ് അർത്ഥം. ശില എന്ന് പറഞ്ഞാലോ കല്ല് എന്നാണ് അർത്ഥം. ശ്ലഷ്ണശില എന്ന് പറഞ്ഞാൽ മിനുസമുള്ള കല്ല് അല്ലേ? മിനുസമുള്ള കല്ല് കൊണ്ട് നിർമ്മിച്ച ശില്പം എന്നല്ലേ വരിക? അങ്ങനെയെങ്കിൽ ശ്ലഷ്ണശില നിർമ്മിതമായ ശില്പം. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, പദച്ചേർച്ച കണ്ടെത്തുക. പദച്ചേർച്ച അന്ത്യത്തിൽ എന്നുള്ളതാണ്. അതിന് പിരിച്ചെഴുതുക എന്നാണ് അവർ അർത്ഥമാക്കിയിട്ടുള്ളത്. അന്ത്യത്തിൽ എങ്ങനെ എഴുതുക? അന്ത്യത്തിൽ. അന്ത്യം അധികം ഇൽ. അന്ത്യം അധികം ഇൽ. സന്ധികളുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് ഈ ചേർത്തെഴുത്ത് പിരിച്ചെഴുത്ത് വിഭാഗത്തിലെ മിക്ക കാര്യങ്ങളും. സന്ധികളെ കുറിച്ച് വളരെ വിശദമായിട്ട് 4 സന്ധികളും വളരെ വിശദമായിട്ട് നമ്മൾ ക്ലാസ്സുകൾ മുൻപ് എടുത്തിട്ടുണ്ട്. അത് കാണാൻ ശ്രമിക്കുക. ധനാശി പാടുക എന്ന ശൈലിയുടെ വ്യാഖ്യാനം എഴുതുക. ധനാശി പാടുക. ശൈലികളും പഴഞ്ചൊല്ലുകളും വരുന്നതാണ്. എന്താണ് ധനാശി പാടുക എന്ന് പറഞ്ഞാൽ? ധനാശി പാടുക എന്നുള്ള പദം കഥകളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്താണ്? അവസാനിപ്പിക്കുക. കഥകളി അവസാനിപ്പിക്കുന്നതാണ് പറയുക ധനാശി പാടുക. അവസാനിപ്പിക്കുക അല്ലെങ്കിൽ അവസാനിക്കുക എന്നാണ് ഇതിനർത്ഥം. ഓപ്ഷൻ എ അവസാനിപ്പിക്കുക എന്നാണ് ഉത്തരമായിട്ട് വരുന്നത്. ശരിയായ പദം ഏത്? ശരിയായ പദം എന്താണ്? ചിലവല്ല ചെലവാണ് അല്ലെ? എങ്ങനെ നമ്മൾ പറയാ? ചിലവല്ല ചെലവാണ്. ഓപ്ഷൻ എന്താണ്? കൈച്ചെലവ് എന്നല്ലേ വരിക? ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. കൈച്ചെലവ്. ഏത് വിചാരണ നേരിടാനും താൻ സന്നദ്ധനാണെന്ന് അയാൾ പറഞ്ഞു. നോക്കുക, ഏത് വിചാരണയും നേരിടാൻ തയ്യാറാണ്. അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിചാരണ നേരിടാമെന്ന്. വിചാരണ നേരിടാൻ സന്നദ്ധനാണെന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട്. വിചാരണ നേരിടേണ്ടി വരുമെന്നറിയാം. വായിക്കുമ്പോൾ തന്നെ നമുക്കതിൽ നിന്ന് കിട്ടും അല്ലേ? ഓപ്ഷൻ സി വിചാരണ നേരിടാൻ സന്നദ്ധനാണെന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട്. വിചാരണ നേരിടാൻ സന്നദ്ധനാണെന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. നോക്കുക, ആനവാൽ എന്താണ്? ആനവാൽ ആനയുടെ വാൽ. മീൻ പിടിച്ചു മീനിനെ പിടിച്ചു. പൂമണം പൂവിൻ്റെ മണം. പശുക്കുട്ടി പശുവിൻ്റെ കുട്ടി. ശിക്ഷാവിധി ശിക്ഷയുടെ
വിധി. കഥാസന്ദർഭം കഥയിലെ സന്ദർഭം. മാങ്ങാക്കറി മാങ്ങയാൽ കറി. ആത്മാവിഷ്കാരം ആത്മാവിന്റെ ആവിഷ്കാരം. മുഖഭാവം മുഖത്തിലെ ഭാവം. കുയിൽനാദം കുയിലിന്റെ നാദം. ചന്ദ്രകിരണം ചന്ദ്രന്റെ കിരണം. അമ്പലമണി അമ്പലത്തിലെ മണി. ആലാപന ശൈലി ആലാപനത്തിന്റെ ശൈലി. സൂര്യോദയം സൂര്യന്റെ ഉദയം. സമരായുധം സമരത്തിനുള്ള ആയുധം. ജീവനാളം ജീവന്റെ നാളം. ദേശസ്നേഹം ദേശത്തോടുള്ള സ്നേഹം. കൈമുട്ട് കയ്യിലെ മുട്ട്. മലവെള്ളം മലയിലെ വെള്ളം. നദിക്കര നദിയുടെ കര. കുളക്കോഴി കുളത്തിലെ കോഴി. എല്ലാവർക്കും വളരെയധികം സംശയം ഉണ്ടാകുന്ന ഒന്നാണ് അല്ലേ 4, 5 എങ്ങനെ എഴുതുക എന്നുള്ളത്. 4 5 5 5 6 7 8 7 8. ഓക്കെ, അടുത്തത് ജ്യേഷ്ഠാനുജന്മാർ ജ്യേഷ്ഠനും അനുജനും. സുഖദുഃഖം സുഖവും ദുഃഖവും. കോപവ്യസനങ്ങൾ കോപവും വ്യസനവും. ഭക്തിവിശ്വാസങ്ങൾ ഭക്തിയും വിശ്വാസവും. വാദ്യമേളങ്ങൾ വാദ്യവും മേളവും. താളലയങ്ങൾ താളവും ലയവും. കാലദേശങ്ങൾ കാലവും ദേശവും. ദിനരാത്രങ്ങൾ ദിനവും രാത്രിയും. സൂര്യചന്ദ്രന്മാർ സൂര്യനും ചന്ദ്രനും. രത്നകനകങ്ങൾ രത്നവും കനകവും. അസ്ഥിമജ്ജകൾ അസ്ഥിയും മജ്ജയും. തലവേദന എങ്ങനെ എഴുതുക? തലയിലെ വേദന. യഥേഷ്ടം എങ്ങനെ എഴുതുക? ഇഷ്ടം പോലെ. യഥോചിതം ഉചിതം പോലെ. അനുചിതം ഉചിതമല്ലാത്തത്. അനുചിതം ഉചിതമല്ലാത്തത്. പ്രതിദിനം ദിനം തോറും. പ്രതിപദം പദം തോറും. യഥാർഹം അർഹതയനുസരിച്ച്. യഥാവിധി വിധി പോലെ. യഥാവസരം അവസരം പോലെ. സസ്നേഹം സ്നേഹത്തോടെ. സദയം ദയയോടെ. സവിനയം വിനയത്തോടെ. അപ്പോൾ സാന്ന് വരുമ്പോൾ ഓടെ എന്ന് ചേർക്കുന്നത് മനസ്സിൽ വയ്ക്കുക. സസ്നേഹം സ്നേഹത്തോടെ. സദയം ദയയോടെ. സവിനയം വിനയത്തോടെ. പടിവാതിൽ വാതിലിന്റെ പടി. പടിവാതിൽ വാതിലിന്റെ പടി. അടുത്തത് എല്ലാ പരീക്ഷകൾക്കും പ്രതീക്ഷിക്കാവുന്ന ഒരു വിഭാഗമാണ് ചേർത്തെഴുത്തും പിരിച്ചെഴുത്തും അല്ലെ. സന്ധിയുടെ ഭാഗമായിട്ട് ഇവ പഠിച്ചെടുക്കുകയാണെങ്കിൽ വളരെ അധികം നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. 2 വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോഴുണ്ടാകുന്ന മാറ്റങ്ങളെയാണ് പൊതുവെ സന്ധി എന്ന് പറയുന്നത്. അപ്പോൾ 2 വർണ്ണങ്ങൾ കൂടി ചേരുമ്പോൾ അതിൽ വരുന്ന മാറ്റമാണ് സന്ധി എന്ന് പറയുന്നത്. മലയാളത്തിൽ 4 തരം സന്ധികളാണുള്ളത്. ആദേശസന്ധി, ആഗമസന്ധി, ദ്വിത്വസന്ധി, ലോപസന്ധി. ഈ ആദേശസന്ധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 വർണ്ണങ്ങൾ, അതായത് 2 വർണ്ണങ്ങൾ എന്ന് പറയുമ്പോൾ ക്, അതുപോലെ തന്നെ മ്, ന്, ച്, പ് ഇവയെല്ലാം വർണ്ണങ്ങളാണ്. ഇത്തരത്തില് 2 വർണ്ണങ്ങൾ കൂടിച്ചേരുമ്പോൾ ഒരു വർണ്ണം പോയി അതിന്റെ സ്ഥാനത്ത് വേറൊരു വർണ്ണം വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ ആദേശസന്ധി എന്നാണ് പറയുക. അപ്പോൾ ഒരു വർണ്ണത്തിന് പകരം മറ്റൊരു വർണ്ണം വരികയാണെങ്കിൽ അതിനെ ആദേശം, ഒന്നിന്റെ സ്ഥലത്ത് മറ്റൊന്ന് കയറിയിരിക്കുക, അതാണ് എന്താ പറയുക? ആദേശസന്ധി എന്ന് പറയുക. നോക്കുക, ആദേശസന്ധി എന്താണെന്ന് പറഞ്ഞത് 2 വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം പോയിട്ട് മറ്റൊരു വർണ്ണം വരുന്നത് അല്ലേ. ഇപ്പൊ നന്മ എന്നുള്ള വാക്ക് എടുക്കുക. നന്മ എന്നുള്ള വാക്ക് എങ്ങനെ എഴുതുക? സാധാരണ രീതിയിൽ നമ്മളെല്ലാം പിരിച്ചെഴുതുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരിക നന് അധികം മാ എന്നായിരിക്കും അല്ലേ. നന് പ്ലസ് മാ എന്നായിരിക്കും. ഇതാണ് കാരണം ഒരു ചിഹ്നം മാറിയിട്ട് മറ്റൊന്ന് വരികയാണ്. ഇപ്പം നന് അധികം മാ എന്നുള്ളതിന് പകരം എന്ത് വരുന്നു? നൽ അല്ലെങ്കിൽ ന ല് അധികം മാ എന്ന് വരുന്നു. നല് അധികം മാ എന്ന് വരുന്നു. നന്മ എന്നുള്ള വാക്ക് എങ്ങനെ എഴുതുക? നന്മ. നൽ അധികം മാ. അങ്ങനെയാണെങ്കിൽ മേന്മ എന്നുള്ളതോ? മേൽ അധികം മ. കന്മതം സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതാണ്. അപ്പൊ കൽ അധികം മതം ഏതുതാ? ദയയിലത. കൽമതം എന്നുള്ള വാക്ക് ഇങ്ങനെ എഴുതുക എന്ന് ചോദിക്കും. കൽ അധികം മ. അങ്ങനെയെങ്കിൽ വിൺതലം എന്നുള്ള വാക്ക് സ്ഥിരം ചോദിക്കാറുള്ളതാണ്. വിൺതലം എന്നുള്ള വാക്ക്. വിൺതലം എന്നുള്ള വാക്ക് എങ്ങനെ എഴുതുക? വിൺതലം. അത് ചേർത്ത് എഴുതുമ്പോൾ വിണ്ടലം എന്ന് വായിക്കും. അപ്പോൾ ഡ എന്നുള്ള വാക്കിന് പകരം എന്താവുന്നു? എൻ എന്നുള്ള വാക്കുകൊണ്ട് ഇവിടെ ആദേശം ചെയ്യപ്പെടുന്നു. അടുത്താണ് ശാസ്ത്രജ്ഞൻ എന്നുള്ള പദം എങ്ങനെ പിരിച്ചെഴുതാം എന്നുള്ളത്. ഇതിനു മുമ്പ് ഇത്തരത്തില് സന്ധികളെ കുറിച്ച് അത് എഴുതുന്ന സമയത്ത്
വേർപിരിച്ചെഴുതുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അവ എങ്ങനെയാണ് തിരിച്ചറിയുക എന്നെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മളെ ക്ലാസ്സുകൾ ചെയ്തിരിക്കുന്നത്. സന്ധികൾ എന്നുള്ള ക്ലാസ് അത് മുൻവർഷ ചോദ്യങ്ങളെ മാത്രം ആസ്പദമാക്കിയാണ് ആ ക്ലാസ്സും എടുത്തിരിക്കുന്നത്. നിർബന്ധമായിട്ട് അത് കാണുക. അതുപോലെ തന്നെ ഈ സെഷനിൽ നമ്മൾ ചോദ്യങ്ങളും ഉത്തരങ്ങളും മാത്രമാണ് പറഞ്ഞു പോകുന്നത്. ശാസ്ത്രജ്ഞൻ എന്നുള്ള പദം നോക്കുക. ശാസ്ത്രം അധികം ജ്ഞൻ. പലരും ശാസ്ത്രം അധികം അജ്ഞൻ എന്നല്ല എഴുതല്ലേ. അജ്ഞൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അറിവില്ലാത്ത ആൾ എന്നാണ്. അപ്പോൾ അത് തെറ്റിപ്പോവില്ലേ? ശാസ്ത്രത്തിൽ അറിവുള്ളവനല്ലേ ശാസ്ത്രജ്ഞൻ എന്ന് പറയുക. അപ്പോൾ ശാസ്ത്രം അധികം ജ്ഞൻ എന്നാണ് വരിക. വിൺതലം എന്നുള്ള വാക്ക് വിൺ പ്ലസ് തലം, എപ്പോഴും സ്ഥിരമായി ചോദിക്കാറുള്ളതാണ് വിൺതലം എന്നുള്ള വാക്ക്. വിൺ പ്ലസ് തലം എന്നാണ് വരിക. ചട്ടപ്പടി എങ്ങനെ എഴുതുക? ചട്ട പ്ലസ് പടി. കണ്ണീർ, കൺ പ്ലസ് നീർ, സ്ഥിരം ചോദിക്കുന്നതാണ് കണ്ണീർ എന്നുള്ളത്. കൺ പ്ലസ് നീറാണ് എന്ത്? കണ്ണീർ. അടുത്തത് ആയുസ്സും വേദവും ചേരുമ്പോൾ എന്താവുന്നു? ആയുർവേദം. ആയുസ്സും വേദവും ചേരുമ്പോൾ ആയുർവേദം. കുറച്ച് വലിയൊരു വാക്കാണ് അല്ലേ? ക്രോധമല്ലോ നിജധർമ്മ ക്ഷയകരം. ഇത് ഓരോ വാക്കും പ്രത്യേകം സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. നോക്കുക, ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ക്രോധം പ്ലസ് അല്ലോ പ്ലസ് നിജ പ്ലസ് ധർമ്മ പ്ലസ് ക്ഷയകരം. ക്രോധം പ്ലസ് അല്ലോ പ്ലസ് നിജ പ്ലസ് ധർമ്മ പ്ലസ് ക്ഷയകരം. അടുത്തത് ഹൃത് പ്ലസ് വികാരം. ഹൃദ്വികാരം. ഹൃത് പ്ലസ് വികാരം എന്താണ്? ഹൃദ്വികാരം. അവൾ എന്നുള്ള വാക്ക് എങ്ങനെ എഴുതുക? ആ പ്ലസ് അൾ. അവനാണെങ്കിലോ ആ പ്ലസ് അൻ. അവർ ആണെങ്കിലോ ആ പ്ലസ് അർ. അടുത്ത് നോക്കുക, കണ്ണീർ. സ്ഥിരം ചോദിക്കുന്നതാണെന്ന് പറഞ്ഞു അല്ലേ? വീണ്ടും ചോദിച്ചിട്ടുണ്ട്. കണ്ണീർ. കൺ പ്ലസ് നീർ. നന്മ എന്നുള്ള വാക്ക് എങ്ങനെ എഴുതുക? നൽ പ്ലസ് മ. ഇതൊരു ആദേശ സന്ധിയാണ് അല്ലേ? രണ്ട് വർണ്ണങ്ങൾ കൂടിച്ചേരുന്നതിനെയാണ് സന്ധി എന്ന് പറയുക. അതിലുണ്ടാകുന്ന വർണ്ണമാറ്റത്തെയാണ് സന്ധി എന്ന് പറയുക. രണ്ട് വർണ്ണങ്ങൾ കൂടിച്ചേരുമ്പോൾ അതിലുണ്ടാകുന്ന വർണ്ണമാറ്റത്തെയാണ് എന്ത് പറയുക? സന്ധി എന്ന് പറയുക. സന്ധികൾ 4 തരത്തിലുണ്ട്. ആഗമസന്ധി, ആദേശസന്ധി, ലോപസന്ധി, ദ്വിത്വസന്ധി അല്ലെ? അതില് ആദേശസന്ധി 2 വർണ്ണങ്ങൾ കൂടിച്ചേരുമ്പോൾ ഒരു വർണ്ണത്തിന് പകരം മറ്റൊരു വർണ്ണം കയറി വരുന്നതാണ് ആദേശസന്ധി. അങ്ങനെയെങ്കിൽ ഇവിടെ നമ്മളെല്ലാവരും നന്മ എന്ന് പറയുമ്പോൾ നൻ പ്ലസ് മ എന്ന് പറയും. അത് തെറ്റാണ്. നൻ എന്നുള്ള ആ വർണ്ണത്തിനെ ആദേശം ചെയ്തിരിക്കുന്ന ഇൽ എന്നുള്ള വർണ്ണമാണ് നൽ അധികം മ. നൽ പ്ലസ് മ എന്നാണ് ഇവിടെ ഉത്തരം വരിക. നന്മ എന്നെങ്ങനെ എഴുതുക? നൽ പ്ലസ് മ. മേന്മയാണെങ്കിലോ മേൽ പ്ലസ് മ. നെന്മണി എന്താണ്? നെൽ പ്ലസ് മണി. നെന്മണി എന്നല്ല എഴുതുക, നെൽ പ്ലസ് മണി അല്ലേ നെന്മണി. ഓക്കെ, അടുത്ത് നോക്കുക, മനസാക്ഷി. മനഹ പ്ലസ് സാക്ഷി. മനഹ പ്ലസ് സാക്ഷി. അത്യന്തം. അത്യന്തം അതി പ്ലസ് അന്തം. അത്യന്തം അതി പ്ലസ് അന്തം. രാവിലെ. രാവിൽ അധികം എ. രാവിലെ. രാവിൽ അധികം എ. സ്വർണവർണ്ണമരയന്നം. ഈ പദത്തിന്റെ ശരിയായ വിഗ്രഹരൂപം ഏത്? സ്വർണവർണ്ണമരയന്നം എന്താണ്? സ്വർണത്തിന്റെ വർണ്ണമുള്ള അരയന്നം. സ്വർണവർണ്ണമരയന്നം, സ്വർണത്തിന്റെ വർണ്ണമുള്ള അരയന്നം. തീവണ്ടി. തീയാൽ ഓടിക്കപ്പെടുന്ന വണ്ടി. തീയാൽ ഓടിക്കപ്പെടുന്ന വണ്ടി. അരയന്ന പ്രൗഢൻ. പ്രൗഢനായ അരയന്നം. പ്രൗഢനായ അരയന്നം. കലവറ. PSC സ്ഥിരം ചോദിക്കുന്നതാണ് കലവറ. കലം പ്ലസ് അറ. കലം പ്ലസ് അറയാണ് കലവറ. പ്രത്യുപകാരം. പ്രതി പ്ലസ് ഉപകാരം. പ്രത്യുപകാരം പ്രതി പ്ലസ് ഉപകാരം. മലയാളം. മല പ്ലസ് ആളം. മല പ്ലസ് ആളം. നോക്കുക, അത്യന്തം എന്നുള്ള വാക്ക് അതി പ്ലസ് അന്തം. അതി പ്ലസ് അന്തം. പ്രതിദിനം അനുപമമാം ഈ ആരാധികയുടെ എങ്ങനെ എഴുതുക? പ്രതിദിനം എന്നുള്ളത് പ്രതി പ്ലസ് ദിനം. അനുപമമാം ഈ ആരാധികയുടെ. അനുപമം പ്ലസ് ആം പ്ലസ് ഈ പ്ലസ് ആരാധികയുടെ പ്ലസ് പ്രേമോപഹാരം എന്നുള്ള ഒരു വാക്കുകൂടെ അതിലുണ്ട്. പ്രേമോപഹാരം. പ്രേമ പ്ലസ് ഉപഹാരം. പ്രതിദിനം അനുപമമാമി ആരാധികയുടെ എന്നുള്ളത് എങ്ങനെ എഴുതിയത്? പ്രതി പ്ലസ് ദിനം പ്ലസ് അനുപമം പ്ലസ് ആം പ്ലസ് ഈ പ്ലസ് ആരാധികയുടെ പ്ലസ് പ്രേമ പ്ലസ് ഉപഹാരം. കാവ്യോപകരണം. കാവ്യ പ്ലസ് ഉപകരണം. വിദ്യുത് ശക്തി. PSCയുടെ സ്ഥിരം ചോദ്യമാണ് വിദ്യുത് ശക്തി.
വിദ്യുത് പ്ലസ് ശക്തി. വിദ്യുത് ശക്തി എങ്ങനെ എഴുതുക? വിദ്യുത് പ്ലസ് ശക്തി. ധനത്തിൽ, ധനം അധികം ഇൽ, ധനം പ്ലസ് ഇല്ലാണ് ധനത്തിൽ. മരത്തിൽ, മരം പ്ലസ് ഇല്ലാണ് മരത്തിൽ. കുംഭത്തിൽ, കുംഭം പ്ലസ് ഇൽ, കുംഭത്തിൽ. മകരത്തിൽ, മകരം പ്ലസ് ഇൽ, മകരത്തിൽ. ഓക്കെ. നിങ്ങൾ, നിൻ പ്ലസ് കൾ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ, നിൻ പ്ലസ് കൾ. അവൾ എന്തായിരുന്നു? ആ പ്ലസ് അൾ. അവൻ ആ പ്ലസ് അൻ. അവർ ആ പ്ലസ് അർ. മഹച്ചരിതം, മഹത്ത് പ്ലസ് ചരിതം. ഇതില് വിദ്യുത് ശക്തിയും ധനത്തിൽ നിങ്ങൾ, ഇത് പ്രത്യേകം നോക്കി വയ്ക്കുക. വിദ്യുത് ശക്തി എന്താണ്? വിദ്യുത് പ്ലസ് ശക്തി. ധനത്തിൽ ധനം പ്ലസ് ഇൽ. നിങ്ങൾ, നിൻ പ്ലസ് കൾ. മഹച്ചരിതം, മഹത്ത് പ്ലസ് ചരിതം. നോക്കുക. കടം കഥ, കടം പ്ലസ് കഥ, കടം പ്ലസ് കഥ. ഇനി PSC സ്ഥിരമായി ചോദിക്കാറുള്ള മറ്റൊരു വിഭാഗമാണ് ശൈലികളും പഴഞ്ചൊല്ലുകളും. എന്താണ് ശൈലി എന്ന് പറഞ്ഞാൽ? എന്താണ് ശൈലികൾ? ഭാഷയിലെ സ്വതന്ത്രമായിട്ടുള്ള ചില പ്രയോഗ വിശേഷങ്ങളെ പറയുന്ന പേരാണ് ശൈലികൾ എന്ന് പറയുന്നത്. അതൊരു ഭാഷയുടെ ശക്തിയും സൗന്ദര്യവും കൂടെയാണ് അല്ലെ. ഭാഷയുടെ ജീവരക്തമാണ് എന്ത്? ശൈലികൾ. അങ്ങനെയെങ്കിൽ പഴഞ്ചൊല്ലുകൾ എന്താണ്? പണ്ടേ പറഞ്ഞു വരുന്ന ചൊല്ലുകളാണ് എന്ത്? പഴഞ്ചൊല്ലുകൾ. മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും. അതൊരു പഴഞ്ചൊല്ലാണ് അല്ലെ. പണ്ട് മുതലേ പറഞ്ഞു വരുന്ന ചൊല്ലാണത്. ശ്ലോകത്തിൽ കഴിക്കുക, അതൊരു ശൈലിയാണ്. ശ്ലോകത്തിൽ കഴിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ശൈലിയാണ്. ചുരുക്കി പറയുക എന്നാണ് അർത്ഥം. മിക്ക ശൈലികളും PSC ചോദിക്കുന്ന മിക്ക ശൈലികളും കഥകളിയുമായി ബന്ധപ്പെട്ടതാണ് എന്നിവിടെ ഓർത്തു വയ്ക്കുക. അങ്ങനെയെങ്കിൽ ശ്ലോകത്തിൽ കഴിക്കുക എന്നല്ലേ പറഞ്ഞത്? എന്താണ് ശ്ലോകത്തിൽ കഴിക്കുക? ഈ കഥകളിയുടെ സാഹിത്യ രൂപത്തിന്റെ പേരാണ് ആട്ടക്കഥ എന്ന് പറയും. അതെല്ലാവർക്കും അറിയാലോ. അങ്ങനെ കാണികൾക്ക് വേഗം മനസ്സിലാകാൻ വേണ്ടിയിട്ട് കഥയുടെ ഇതിവൃത്തം ഈ ശ്ലോകത്തിൽ ഒതുക്കി പറയുന്ന, ആ ശ്ലോകത്തിൽ ഒതുക്കി പറയുക പറഞ്ഞാൽ എന്താണ്? ആ 4 വരിയില്ലേ, ആ 4 വരികൾക്കുള്ളിൽ പറയുന്നതാണ് ഈ ശ്ലോകത്തിൽ കഴിക്കുക എന്ന് പറയുന്നത്. അതായത് ചുരുക്കി പറയുക. കഥയുടെ ഇതിവൃത്തം ചുരുക്കി പറയുക എന്നാണ് ഇതിനർത്ഥം. അപ്പൊ വലിയൊരു കഥയുടെ സന്ദർഭവും സാഹചര്യവും അതിലെ കഥാപാത്രങ്ങളൊക്കെ ചുരുക്കി പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ ശ്ലോകത്തിൽ കഴിക്കുക. ശോകത്തിൽ നിന്നുണ്ടായതാണ് ശ്ലോകം എന്നാണ് വാൽമീകി പറഞ്ഞത് അല്ലേ. അപ്പോ ശോകം എന്ന് പറഞ്ഞാൽ എന്താണ്? സങ്കടം. അതോടെ ഓർത്ത് വയ്ക്കുക. ശോകം എന്ന് പറഞ്ഞാൽ സങ്കടം, വിഷമം അല്ലെ. അടുത്ത് നോക്കുക. അതില് പ്രധാനപ്പെട്ട, ഇതൊരു PSC ചോദിച്ച വളരെ പ്രധാനപ്പെട്ട ശൈലികൾ മാത്രം പറഞ്ഞു പോകുന്നു. ഗണപതിക്ക് കുറിക്കുക, എന്താണ്? ആരംഭിക്കുക. ദീപാവലി കുളിക്കുക, ദൂർത്തടിച്ച് നശിപ്പിക്കുക. ശതകം ചൊല്ലിക്കുക, വിഷമിപ്പിക്കുക. ശതകം ചൊല്ലിക്കുക, വിഷമിപ്പിക്കുക. മുയൽ കൊമ്പ്, എന്താണ്? മുയലിന് കൊമ്പുണ്ടോ? ഇല്ല. അപ്പൊ ഒരു ഇല്ലാത്തൊരു വസ്തുവാണ് മുയൽ കൊമ്പ്. അപ്പൊ ഇല്ലാത്ത വസ്തുവാണ് എന്ത്? മുയൽ കൊമ്പ്. 12-ാം മണിക്കൂർ, അവസാന നിമിഷം. ഇപ്പോൾ നമ്മൾ പലരും ചെയ്യുന്നത് അല്ലെ, പരീക്ഷയുടെ 12-ാം മണിക്കൂറിലാണ് എല്ലാവരും. പരീക്ഷ തയ്യാറെടുപ്പിന്റെ അവസാന നിമിഷത്തിലാണെന്ന് ഓർക്കുക. മൂക്കിൽ കയറിടുക, 12-ാം അല്ലെ. +2 പ്രിലിംസിന്റെ അവസാന ഘട്ടം 12-ാം നിമിഷത്തിൽ, അവസാന നിമിഷത്തിൽ. അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക. മൂക്കിൽ കയറിടുക, നിയന്ത്രിക്കുക. ഭഗീരഥ പ്രയത്നം, കഠിന പരിശ്രമം. ഭഗീരഥ പ്രയത്നം, നമ്മളെല്ലാം ഭഗീരഥ പ്രയത്നത്തിലാണ് എങ്ങനെയെങ്കിലും പ്രിലിംസ് പാസ്സാവുക എന്നുള്ള ഭഗീരഥ പ്രയത്നം. കഠിന പ്രയത്നത്തിന്റെ 12-ാം മണിക്കൂറിലാണ് അല്ലെ. കഠിന പരിശ്രമത്തിന്റെ അവസാന നിമിഷത്തിലാണ്. ശതകം ചൊല്ലിക്കുക. PSC നമ്മളെ ശതകം ചൊല്ലിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്നാണ്, കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കുടത്തിലെ വിളക്ക്, എന്താണ് കുടത്തിലെ വിളക്ക്? പുറത്തറിയാത്ത യോഗ്യത. ഒരു വിളക്ക് ഒരു കുടത്തിനകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അറിയോ? ഇല്ല. അപ്പൊ പുറത്തറിയാത്ത യോഗ്യതയാണ് കുടത്തിലെ വിളക്ക്. അഴകിയ രാവണൻ, സിനിമ കണ്ടിട്ടുണ്ടാവുമല്ലോ മമ്മൂട്ടിയുടെ. എന്താണ്? പൊങ്ങച്ചക്കാരൻ. അഴകിയ രാവണൻ, പൊങ്ങച്ചക്കാരൻ. ബൈമി കാമുകന്മാർ, എന്താണ്? ബൈമി കാമുകന്മാർ രാഷ്ട്രീയ പ്രവർത്തകരാണല്ലേ. ഒരുപാട് ബൈമി കാമുകന്മാർ എന്താണ്? സ്ഥാനമോഹികൾ. ബൈമി കാമുകന്മാർ സ്ഥാനമോഹികൾ. ഇരട്ടത്താപ്പ്, എന്താണ് ഇരട്ടത്താപ്പ്? പക്ഷപാതം. ഇരുതലമൂരി എന്തായിരുന്നു? ഇവിടെ പറഞ്ഞത് അവിടെ പറയുകയും അവിടെ പറയുന്നത് ഇവിടെയും പറയുന്ന ആളാണ് ഇരുതലമൂരി. അങ്ങനെയെങ്കിൽ ഇരട്ടത്താപ്പ് എന്താണ്? പക്ഷപാതം. കറവപ്പശു, എന്താണ്? ലാഭകരമായ വസ്തു. എവിടെ നിന്നാണ് കിട്ടുന്നത്? അവിടെ നിന്ന് ഇങ്ങനെ കറന്നുകൊണ്ടേയിരിക്കില്ലേ. കറവപ്പശു എന്താണ്? ലാഭകരമായ വസ്തു. കാർക്കോടക നയം. എന്താ കാർക്കോടക നയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? കാർക്കോടക നയം എന്ന് പറഞ്ഞാൽ രക്ഷിച്ചവനെ ഉപദ്രവിക്കുന്ന നയം. രക്ഷിച്ചവനെ ഉപദ്രവിക്കുന്ന നയം.
ഈ കാർക്കോടകൻ എന്ന് പറയുന്ന ഒരു കഥയാണല്ലേ. നളനെ കടിച്ച പാമ്പാണ് എന്ത്? കാർക്കോടകൻ. നമ്മുടെ നളന് ഒരു വരം കിട്ടിയിട്ടുണ്ടായിരുന്നു, അതായത് ഏത് അഗ്നിയിലേക്കും കടന്നു ചെല്ലാം, ഒന്നും സംഭവിക്കില്ലായിരുന്നു അദ്ദേഹത്തിന്. അങ്ങനെ ഒരു പാമ്പ് കാടിനകത്ത് തീയിൽപ്പെട്ടപ്പോൾ അങ്ങോട്ട് നളൻ രക്ഷിക്കാൻ വേണ്ടി പോവുകയാണ്. പക്ഷേ രക്ഷപ്പെടുത്തിയ ശേഷം എന്ത് ചെയ്യണം? പാമ്പ് നളനെ തിരിച്ചു കടിക്കുകയാണ്. ഇതാണ് രക്ഷിച്ചവനെ ഉപദ്രവിക്കുക. രക്ഷിച്ചവനെ ഉപദ്രവിക്കുന്ന നയമാണ് കാർക്കോടക നയം. കാർക്കോടകൻ എന്താണ്? ഒരു പാമ്പാണ്. ആ പാമ്പ് ആരെയാണ് കടിച്ചത്? നളനെ. എന്തിനാ കടിച്ചത്? രക്ഷിച്ചപ്പോൾ. ഇപ്പൊ രക്ഷിച്ചവനെ ഉപദ്രവിക്കുന്ന നയമാണ് കാർക്കോടക നയം. കടുവയെ കിടവ പിടിക്കുക, ബലവാന്മാരെ ദുർബലൻ തോൽപ്പിക്കുക. ബലവാന്മാരെ ദുർബലർ തോൽപ്പിക്കുന്നതിന് പറയുന്ന പേരാണ് കടുവയെ കിടവ പിടിക്കുക. അടിക്കല്ല് മാന്തുക എന്താണ്? ഉന്മൂലനാശം വരുത്തുക. നിന്റെ അടിക്കല്ല് മാന്തും അല്ലേ, സ്ഥിരം ഡയലോഗാണ് സിനിമകളിൽ. എന്താണ്? ഉന്മൂലനാശം വരുത്തുക. ധൃതരാഷ്ട്രാലിംഗനം. എന്താ ധൃതരാഷ്ട്രാലിംഗനം എന്ന് പറഞ്ഞാൽ എന്താ? ഉള്ളിൽ പകവെച്ച് പുറമെ സ്നേഹപ്രകടനം. ഉള്ളിൽ പകവെച്ച് പുറമെ സ്നേഹപ്രകടനം. ധനാശി പാടുക പറഞ്ഞിരുന്നു അല്ലേ, അവസാനിപ്പിക്കുക എന്നാണ് അർത്ഥം വരുന്നത്. ധനാശി പാടുക എന്ന് പറഞ്ഞാൽ എന്താണ്? അവസാനിപ്പിക്കുക. അതും കഥകളിയുമായി ബന്ധപ്പെട്ട ഒരു പദമാണ്, കഥകളിയുടെ അവസാനം. പിന്നെ ധനാശി പാടുക എന്ന് പറയുക അവസാനിപ്പിക്കുക അല്ലെങ്കിൽ അവസാനിക്കുക എന്നാണ് അർത്ഥം. ഗജനി മീലനം നമ്മൾ പണ്ട് പഠിപ്പിച്ച അധ്യാപകരെ കാണുമ്പോൾ നടത്തുന്ന ഒരു നാട്യം അല്ലേ, കണ്ടാലും കണ്ടില്ലെന്ന നാട്യം. പലരും ചെയ്യാറുള്ളതാണ്, എല്ലാവരെയും ഉദ്ദേശിച്ചല്ല, ചില ആളുകൾ അങ്ങനെ ചെയ്യാറുണ്ട്. ഗജനി മീലനം എന്താണ്? കണ്ടാലും കണ്ടില്ലെന്ന നാട്യം. കായംകുളം വാൾ എന്താണ്? ഇരുപക്ഷത്തും ചേരുന്നവൻ. ഇരുപക്ഷത്തും ചേരുന്നവൻ. ഊറ്റം പറയുക, ആത്മപ്രശംസ നടത്തുക. സ്വയം പൊങ്ങുക എന്ന് പറയില്ലേ, പൊക്കുക എന്ന് പറയില്ലേ, SP അതന്നെയാണ് ഊറ്റം പറയുക, ആത്മപ്രശംസ നടത്തുക. ഏട്ടിലെ പശു. ഏട്ടിലൊരു പശു ഉണ്ട്, ഒരു പേജിൽ ഒരു പശുവിന്റെ ചിത്രമുണ്ട്. അതിനെക്കൊണ്ട് എന്തെങ്കിലും നമുക്ക് കാര്യമുണ്ടോ? ഇല്ല, വെറുതെ കാണാമെന്നല്ലാതെ അല്ലേ. ഏട്ടിലെ പശു പ്രയോജനശൂന്യം. ഗുളികകാലം. ഗുളികനാണെന്ന് പറയില്ലേ, അശുഭകാലം. 1ാം ഘട്ടം പ്രാഥമിക പരീക്ഷ കിട്ടിയവരെല്ലാം പറയുന്നുണ്ട് ഗുളികകാലമാണെന്ന്. എന്താണ്? അശുഭകാലം. നട്ടെല്ല് വളയുക എന്താണ്? കീഴ്വഴങ്ങുക. നട്ടെല്ല് വളയുക, കീഴ്വഴങ്ങുക. മേനി പറയുക, വലിപ്പം പറയുക. മേനി പറയുക, വലിപ്പം പറയുക. അഴകിയ രാവണൻ എന്തായിരുന്നു? പൊങ്ങച്ചക്കാരൻ അല്ലേ. ഊറ്റം പറയുക, ആത്മപ്രശംസ നടത്തുക. മേനി പറയുക, വലിപ്പം പറയുക. പദം വരുത്തുക എന്താണ്? ബുദ്ധിമുട്ടുക. കേളി കൊട്ടുക, പരസ്യപ്പെടുത്തുക. 60ാം കാലം എന്താണ്? വാർദ്ധക്യം. 60ാം കാലം അല്ലെ, കേരളത്തില് വൃദ്ധജനങ്ങളായിട്ട് കണക്കാക്കുന്ന എന്താണ്? 60 വയസ്സിന് മുകളിലുള്ളവരെയാണ് അല്ലേ. അപ്പോൾ 60ാം കാലം എന്താണ്? വാർദ്ധക്യം. കര പിടിക്കുക, രക്ഷ പ്രാപിക്കുക. ഇതുവരെയും കര പിടിച്ചിട്ടില്ല എന്ന് പറയില്ലേ, എന്താണ്? രക്ഷ പ്രാപിച്ചിട്ടില്ല, രക്ഷപ്പെട്ടിട്ടില്ല. ചരട് മുറുക്കുക എന്താണ്? വഴക്ക് ശക്തിപ്പെടുത്തുക. പടല പിണുകുക, അടിയോടെ തെറ്റുക. പടല പിണുകുക എന്ന് പറഞ്ഞാൽ എന്താണ്? അടിയോടെ തെറ്റുക എന്നാണ്. ഇലവ് കാത്ത കിളി എന്താണ്? നിഷ്ഫലമായ പ്രയോജനം. അതായത് ഒരു പക്ഷി ഒരു മരത്തിന്റെ ചോട്ടിൽ ഇങ്ങനെ കാവലിരിക്കുകയാണ്. ഒരു ഇലവ് മരമായിരുന്നു. ഇലവ് മരം എന്ന് പറഞ്ഞാൽ പഞ്ഞിമരം. ഒരു ചെറുപ്പം മുതലേ ഇങ്ങനെ അതിന് കാവലിരുന്ന് ആ ചെടി വളർന്ന് വലുതായി, അതിൽ പൂവന്നു, കായ വന്നു, വീണ്ടും കാത്തിരിപ്പ് തുടർന്നു. അവസാനം ഫലം നോക്കുമ്പോൾ അതൊരു ഇലവ് കായായിരുന്നു, ഒരു പഞ്ഞിക്കായായിരുന്നു. അതിനെ ഭക്ഷിക്കാൻ പറ്റുമോ? ഇല്ല. അതിന്റെ കാത്തിരിപ്പ് എന്തായി? നിഷ്ഫലമായ കാത്തിരിപ്പാണ് ഇലവ് കാത്ത കിളി എന്ന് പറയുന്നത്. ആലത്തൂർ കാക്ക എന്താണ്? ആശിച്ചു കാലം കഴിക്കുന്നവനെ പറയുന്നതാണ് ആലത്തൂർ കാക്ക. പണ്ട് ഈ ആലത്തൂർ എന്ന് പറയുന്നത് ഒരു പാലക്കാട് ജില്ലയിലെ പ്രദേശമാണ്. പലർക്കും അറിയുമായിരിക്കും അല്ലേ. പണ്ട് ആലത്തൂർ മനകളിൽ ഹോമങ്ങൾ നടത്താറുണ്ടായിരുന്നു. ഈ ഹോമം നടത്തുന്നവിടെ എന്താണ്? പുക ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ ആ ഹോമത്തിന്റെ പുക ഇങ്ങനെ ഉയരുമ്പോൾ കാക്ക കരുതും അവിടെ എന്തോ സദ്യ നടക്കുന്നുണ്ട് എന്ന്. ഇപ്പൊ പുകയൊക്കെ കാണുന്ന സാധാരണ അടുക്കളയിലും അല്ലെങ്കിൽ ഭക്ഷണം പാകം ചെയ്യുന്ന സ്ഥലത്താണല്ലോ. അപ്പോൾ ഈ പുക കണ്ടിട്ട് കാക്ക ഇങ്ങനെ കാവലിരിക്കുകയാണ്. കാവലിരുന്ന് എന്ത് ചെയ്യാണ്? അവസാനം കാക്ക ചമ്മി പോവുകയാണ് അല്ലേ. അപ്പൊ അങ്ങനെ ആ കാക്കയുടെ ഒരു കാലം മുഴുവൻ അതിനുവേണ്ടി പോവുകയാണ്. ആശിച്ചു കാലം കഴിക്കുന്നവനെയാണ് ആലത്തൂർ കാക്ക എന്ന് പറയുന്നത്. ഇല്ലത്തെ പൂച്ച, എവിടെയും പ്രവേശനമുള്ള ആളെ പറയുന്നതാണ് ഇല്ലത്തെ പൂച്ച. ഹരിശ്ചന്ദ്രൻ എന്താണ്? സത്യം മാത്രം പ്രവർത്തിക്കുന്നവൻ. ഭീമൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ശക്തൻ എന്നാണ് അർത്ഥം. ഭീമൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ശക്തൻ. കച്ച കെട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുങ്ങുക. കഥയറിയാതെ ആട്ടം കാണുക എന്ന് പറഞ്ഞാൽ കാര്യം സ്വഭാവം അറിയാണ്ട് പ്രവർത്തിക്കുന്ന ആളെ പറയുന്നതാണ് കാര്യം അറിയാതെ ആട്ടം കാണുക. കഥയറിയാതെ ആട്ടം കാണുക എന്ന് പറയുക. ശിങ്കിടി പാടുക അല്ലെങ്കിൽ ശിങ്കിടി പറയുക. സ്വന്തമായിട്ട് ഒരു അഭിപ്രായം ഇല്ലാതെ മറ്റൊരാളുടെ അഭിപ്രായം ഏറ്റുപറയുന്ന ആളാണ് ശിങ്കിടി പാടുക എന്ന് പറയുക.
ആജാനുബാഹു വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ആജാനുബാഹു? കാൽമുട്ട് വരെ നീണ്ട കൈകളും അതുപോലെ തന്നെ കാലുകളും ഉള്ളവൻ. ആജാനുബാഹു കാൽമുട്ട് വരെ നീണ്ട കൈകളോട് കൂടിയവൻ. കൈകാലോട് കൂടി ഉള്ള ആളുകളെ പറയുന്നതാണ് ആജാനുബാഹു എന്ന് പറയുക. ചെണ്ട കൊട്ടിക്കുക എന്താണ്? ചതിയിൽപ്പെടുത്തുക അല്ലെങ്കിൽ കളിയാക്കുക. പണ്ടൊക്കെ ജപ്തി വരുന്ന സമയത്ത് ചെണ്ട കൊട്ടി ആളുകളെ അറിയിക്കുകയായിരുന്നു. അതിനാണ് അപമാനിക്കുക അല്ലെങ്കിൽ കളിയാക്കുക എന്നെല്ലാം പറയും. നാരദൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏഷണിക്കാരൻ എന്നാണ്. ഇരുതലമൂരി എന്താണ്? ഇവിടെ പറഞ്ഞത് അവിടെയും അവിടെ പറഞ്ഞത് ഇവിടെയും പറയുന്ന ആളാണ്. കായം കുളമ്പാളോ? ഇരുവശത്തും ചേരുന്നതിനാണ് പറയുക കായം കുളമ്പാള്. സുഗ്രീവാജ്ഞ എന്താണ്? സുഗ്രീവൻ ആരാ? രാജാവല്ലേ. അപ്പൊ രാജാവിന്റെ ആജ്ഞ എന്താണ്? ദൃഢമായിട്ടുള്ള ആജ്ഞ അല്ലെ. ഭരതവാക്യം ദ എൻഡ്, ഭരതന്റെ വാക്കാണ് അവസാന വാക്ക് അല്ലെ. ദുര്യോധന സ്വർഗം, ഈ പാണ്ഡവന്മാരെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്ത് നടക്കുന്ന സമയത്ത് ഇപ്പൊ കൊല്ലും പറഞ്ഞ് കാത്തിരിക്കുമല്ലോ. അങ്ങനെ സ്വപ്നം കണ്ടിരിക്കുന്ന ആളാണ്. പക്ഷെ യഥാർത്ഥത്തിൽ സംഭവിക്കോ? ഇല്ല. അപ്പോൾ ദുര്യോധനൻ അങ്ങനെ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുന്ന സമയത്ത് കിട്ടുന്നൊരു സന്തോഷമാണ്. അതായത് കുറച്ച് സമയം മാത്രം നിലനിൽക്കുന്ന സന്തോഷത്തെ പറയുക ദുര്യോധന സ്വർഗം എന്ന് പറയുക. കുറുക്കൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സൂത്രക്കാരൻ. ഇത് PSC സ്ഥിരമായി ചോദിക്കുന്ന ശൈലികളാണ് നമ്മൾ നോക്കിപ്പോയത്. അടുത്ത് നോക്കാം. എപ്പോഴും ചോദിക്കുന്നതാണ് ഈ പദശുദ്ധി. ചില പ്രയോഗങ്ങൾ തന്നിട്ട് നേരത്തെ കൈച്ചെലവ് നോക്കിയില്ല, അതുപോലെ ചില പ്രയോഗങ്ങൾ തെറ്റായി തരും, അതിനെ ശരിയാക്കാൻ പറയും. നമ്മൾ സാധാരണയായിട്ട് തെറ്റും ശരിയും പഠിക്കുന്ന സമയത്ത് രണ്ടും കൂടെ ഒരുമിച്ച് പഠിക്കരുത്. ശരിയെ മാത്രം എഴുതി പഠിക്കുക. ശരി അല്ലേ. സ്രഷ്ടാവ്, സ്രഷ്ടാവ് എന്നിങ്ങനെ എഴുതുക. സമ്രാട്ട്, സാമ്രാട്ടല്ല, എന്താണ്? സമ്രാട്ട് എന്ന് എഴുതുക. തർജമ, ചെലവ്, എങ്ങനെയത്തെ ചെലവ് എന്ന് എഴുതുക? ചേയാണ് ചെലവ്. ഐകമത്യം, ഐക്യമത്യം എന്നല്ല എഴുതുക, ഐകമത്യം. ഇത് അതേപോലെ ഒരു വെള്ള പേപ്പറിൽ എഴുതിയെടുക്കുക. എന്നിട്ട് നിങ്ങളുടെ മനസ്സിൽ അത് പതിച്ചു വെക്കുക. ഇങ്ങനെയാണ് എഴുതുക എന്നുള്ളത്. ശരി മാത്രം എഴുതി പഠിക്കുക. അതിഥി, അദ്ഭുതം, ദയലതായാണ് അല്ലെ. അദ്ഭുതം. അനിശ്ചിതം, +ച അല്ലെ. അനിശ്ചിതം. അനുഷ്ഠിക്കുക, ഏതട്ടായാണ് നോക്കുക? അനുഷ്ഠിക്കുക. അനന്തരവൻ, അനന്തിരവനല്ല, അനന്തരവൻ. ഒന്നുമില്ല, വള്ളികളൊന്നുമില്ല എന്നാണ്, വെറുതെ സിമ്പിളായിട്ട് ലെറ്റേഴ്സ് മാത്രം. അനന്തരവൻ. സ്രഷ്ടാവ്, സ്രഷ്ടാവ്, സൃഷ്ടാവല്ല, സ്രഷ്ടാവ്. പീഡനം, സാധാരണ സാ തിരിച്ചിട്ട് ഡ. അനുഗ്രഹം, അനുഗ്രഹം. കാരാഗ്രഹം, അനുഗ്രഹം, കാരാഗ്രഹം. അസ്ഥിവാരം, അസ്ഥിവാരം. അഭ്യസ്ത വിദ്യൻ, നിഘണ്ടു. അഞ്ജലി, ഞണ്ടിലഞ്ഞായാണ് അഞ്ജലി. ദാരിദ്ര്യം, യാദൃച്ഛികം. ശിപാർശ, ശുപാർശയല്ല, ശിപാർശ, ശിപാർശ. കവയിത്രി, ശ്രദ്ധിക്കുക, കവയിത്രി, കവയിത്രി, കവയിത്രി. അപരാധം, ഈ ദായാണ് അസാധു തിരിച്ചിട്ടതായാണ്. ആവലാതി, ആവശ്യമാണ്, ഐതിഹ്യമാണ്. കൃത്രിമം, എങ്ങനെ ഇത്? കൃത്രിമം. വിമ്മിട്ടം, വിമ്മിഷ്ടമല്ല, വിമ്മിട്ടം. വ്രതം. ഐതിഹ്യം, ഒരുപാട് തവണ ചോദിച്ചിട്ടാണ്. ഐതിഹ്യം. ആവശ്യം. ആവലാതി, ആവലാതി. പ്രാരബ്ധം എന്നാണ്. പ്രാരബ്ധം, പ്രാരബ്ധം എന്നാണ്. പ്രാരാബ്ധം എന്നല്ല, പ്രാരബ്ധം. കൃത്യനിഷ്ഠ, അതിർത്തി. അധ്യാപകൻ അല്ലെ. പണ്ട് സുകുമാർ അഴീക്കോട് മാഷ് പറഞ്ഞിട്ടുണ്ട്, പണ്ടെല്ലാം അധ്യാപകൻ എന്നാളായിരുന്നു അല്ലേ. ദ എന്നാണ്, ദയയും ധനവും ചേർന്നാണ്. ഇപ്പൊ എന്താണ്? ധനം മാത്രമേ ഉള്ളൂ, അധ്യാപകർക്ക് ദയ ഇല്ല എന്നല്ലേ. അപ്പൊ ഒന്ന് നോക്കുക, അധ്യാപകൻ, ദയ ഉണ്ടാവണം, ധനം ഉണ്ടാവണം എന്നാലോചിക്കുക. അധ്യാപകൻ എന്നാണ് എഴുതുക. മഞ്ചരി. കർക്കടകം. അപഗ്രഥനം. അസാധു. അടിമത്തം എന്നാണ്, അടിമത്തം എന്നാണ്. ചെലവ് നേരത്തെ പറഞ്ഞിരുന്നു. ചെമപ്പ് എന്നാണ്, ചുവപ്പ് എന്നല്ല. എന്താ പറയുക? ചെമപ്പ് എന്നാ പറയുക, ചെമപ്പ്. അസ്തമയം, യായാണ് അസ്തമയം. അധിപതി. ഐകകണ്ഠേന എന്നാണ്, ഐകകണ്ഠേന എന്നാണ്, ഐകകണ്ഠേന എന്നാണ്. ഒരു കാ വിട്ടു പോയിട്ടുണ്ട്. ഐകകണ്ഠേന എന്ന് എഴുതുക. ഈ ഡായാണ്. ഐക്യ എന്നൊന്നും പറയില്ല, ഐക എന്ന് മാത്രമേ പറയുള്ളൂ. പരീക്ഷാർത്ഥികൾ, അർത്ഥിക്കുന്നവർ അല്ലെ. പരീക്ഷാർത്ഥികൾ. ഭഗവത്ഗീത, ഭഗവത്ഗീത ദൈവം അല്ലെ, ദേവൻ എന്നെല്ലാവർക്കും നോക്കിയ. ദായാണ്, ദയലതായാണ് ഭഗവത്ഗീത. പിന്നാക്കം, പിന്നോക്കമല്ല, പിന്നാക്കം, പിന്നാക്കം അല്ലെ. പിന്നാക്ക വിഭാഗം, പിന്നാക്കം. രാപ്പകൽ,
ഒരു പാ മാത്രമേ ഉള്ളൂ. നിഘണ്ടു സ്ഥിരമാണ്. നിഘണ്ടു, പിന്നാക്കം ഇതൊക്കെ നോക്കി വയ്ക്കുക. ഹാർദവമല്ല, ഹാർദം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്? ഹാർദം. അണ്ടകടാഹം. എന്താ എഴുതുക? അണ്ടകടാഹം. പുനഃ സൃഷ്ടി, പുനഃ സൃഷ്ടി. വിദഗ്ധൻ, ലാഞ്ചന. ലാഞ്ചന എന്താണ്? ഞണ്ടിലെ ഞായാണ് ആദ്യം വരുന്നത്. ലാഞ്ചന. ഐച്ഛികം. ച ശ്രദ്ധിക്കുക. ഐച്ഛികം ജീവച്ഛവം അല്ല. എങ്ങനെ എഴുതാൻ നോക്കുക. ഐച്ഛികം ജീവച്ഛവം. യൗവനം വെറും സാധാരണ വായാണ്. യൗവനം. രക്ഷാകർത്താവ്. പരിണത ഫലം. പരിണിതയല്ല, പരിണത ഫലം. ആഡംബരം. നോക്കുക. ഉയിർപ്പ് എങ്ങനെ എഴുതുക? ഉയിർപ്പ്. ചുമര് അല്ല, ചുവര്. ചുവര്. മഹത്വം. മഹത്വം. കുട്ടികളെല്ലാം വരയ്ക്കുന്നത് ഇതിലാണ്, ചുമരിലാണെന്ന് ഓർക്കുക. വരയ്ക്കുന്നത് ചുവര് എന്ന് ഓർക്കുക കേട്ടോ. മഹത്വം എന്നാണ്. മഹത്വം. സ്വയം രക്ഷ. സ്വയം രക്ഷ. തത്വമസി. തത്വമസി. വ്രണം. ഭീബത്സം. ജോഡി. സാധാരണ എസ്സിലെ ഡായാണ്. എസ് എഴുതുന്ന പോലത്തെ ഡായാണ്. പത്മം. ദ്വിത്വം. കല്യാണം. രണ്ടുപേര് ചേർന്നല്ലേ, അപ്പൊ കല്യാണം. രണ്ട് സംഭവങ്ങളുണ്ടെന്ന് ആലോചിക്കുക. കല്യാണം. പതിവ്രത. ജനയിത്രി. ആദ്യക്ഷ്യം എന്നാണ്. ആദ്യക്ഷ്യം. ഐകകണ്ഠേന എന്നാണ്. ഐകകണ്ഠേന. ഐക്യമല്ല, ഐകകണ്ഠേന. പ്രവൃത്തി. എന്ത് ചെയ്യുമ്പോഴും വൃത്തി വേണം. പ്രവൃത്തി. നിവൃത്തി. വൃത്തി തുടങ്ങുന്നതാണ്. പ്രവൃത്തി, നിവൃത്തി. കേമത്വം. ഗുമസ്തൻ. ഇരുട്ട്. ചൈതന്യം. ഇരുട്ട് എന്നാണ്. ഇരുട്ട് എന്നല്ല, ഇരുട്ട് എന്നാണ്. ചൈതന്യം. അതുപോലെ തന്നെ ശൃംഖല. 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 ജ്യോതിഷം. ജ്യോതിഷം. അടുത്തത് ചേർത്തെഴുതുക. ഉത്ത് പ്ലസ് മുഖം. അങ്ങനെ എഴുതുക. ഉത്ത് പ്ലസ് മുഖം എന്നുള്ള. ഉത്ത് പ്ലസ് മുഖം. ഉന്മുഖം. ഉന്മുഖം. വിനയച്ചത്തിന് ഉദാഹരണം. എന്താണ് വിനയച്ചം എന്ന് പറഞ്ഞെങ്കിൽ? നോക്കുക. ഓപ്ഷൻ നോക്കുക. വരുന്നയാൾ, കുട്ടി, കൊല്ലുന്ന രാജാവ്, കാണാൻ പോയി. അല്ലേ? നോക്കുക. വിനയച്ചം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്രിയാപദത്തിന് കീഴടങ്ങി നിൽക്കുന്ന പറ്റുവിനയെയാണ് വിനയച്ചം എന്ന് പറയുക. അപ്പൊ എന്താണ് പറ്റുവിന? ഒരു പദത്തിന് കീഴടങ്ങി നിൽക്കുന്ന അപൂർണമായിട്ടുള്ള, ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ക്രിയയാണ് എന്ത്? പറ്റുവിന. ഉദാഹരണത്തിന് ചിരിച്ച, കാണാൻ, ഇരുന്ന. ഇതിനെല്ലാം ഒരു പ്രത്യേക അർത്ഥം നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ? അതൊരു ക്രിയയാണ്, പക്ഷെ അതൊരു അപൂർണമാണ് എന്ന് പറയാം അല്ലെ? പഠിച്ച. അപ്പൊ അത്തരത്തില് അപൂർണമായിട്ടുള്ള ക്രിയയ്ക്ക് കീഴടങ്ങി നിൽക്കുന്ന പദത്തെ പറ്റുവിന എന്ന് പറയുന്നു. ഇതിലിപ്പോ കാണാൻ എന്നുള്ളത് ഒരു പറ്റുവിനയാണ്. കൊല്ലുന്ന എന്ന് പറയുന്ന ഒരു പറ്റുവിനയാണ്. വരുന്ന എന്ന് പറയുന്ന പറ്റുവിനയാണ്. അങ്ങനെയെങ്കിൽ എന്താണ്? മുറ്റുവിന. പൂർണ്ണമായിട്ടുള്ള ഒരു ക്രിയ. പോയി, അതൊരു പൂർണ്ണമായിട്ടുള്ള ക്രിയയാണ് അല്ലേ? വന്നു, നിന്നു, കഴിച്ചു, ഇരുന്നു, കണ്ടു, ചിരിച്ചു, ഇവയെല്ലാം എന്താണ്? പൂർണ്ണമായിട്ട് മാറും. അങ്ങനെയെങ്കിൽ ഒരു ക്രിയാപദത്തിന് കീഴടങ്ങി നിൽക്കുന്ന പറ്റുവിനയാണ് വിനയച്ചം. പറ്റുവിന എന്ന് പറഞ്ഞാൽ എന്താണ്? പറ്റുവിന അപൂർണമായിട്ടുള്ള ഒരു പദത്തിന് കീഴടങ്ങി നിൽക്കുന്ന അപൂർണമായിട്ടുള്ള ക്രിയയാണ്. അപ്പോൾ ഇതിൽ അപൂർണമായിട്ടുള്ള ഒരു ക്രിയയുണ്ട്. ഏതാണ് അപൂർണമായിട്ടുള്ള ക്രിയ എന്ന് പറയുന്നത്? അപൂർണമായിട്ടുള്ള ക്രിയ കാണാൻ. അതുപോലെ തന്നെ ഒരു ക്രിയാപദവും വേണമെന്നാണ് പറഞ്ഞത്. ക്രിയാപദത്തിന് കീഴടങ്ങി നിൽക്കുന്ന പറ്റുവിനയാണ് വിനയച്ചം എന്നല്ലേ പറഞ്ഞത്. ഇതില് നമുക്ക് പറ്റുവിന കിട്ടി. ഇനി ഇതിൽ ക്രിയാപദം ഉണ്ടോ? എന്താ ക്രിയാപദം എന്ന് പറഞ്ഞാല്? ക്രിയയെ സൂചിപ്പിക്കുന്നത് അല്ലേ? അപ്പോൾ കാണാൻ എന്നുള്ളത് എന്താണ്? ഒരു പറ്റുവിനയാണ്. ഇനി ക്രിയാപദമല്ലേ കണ്ടുപിടിക്കേണ്ടത്? പോയി എന്നുള്ളതാണ് ഒരു ക്രിയാപദമാണ്. പോയി ഒരു ക്രിയാപദമാണ്. നമുക്ക് കൊല്ലുന്ന രാജാവ്. ഈ കൊല്ലുന്ന എന്ന് പറയുന്നത് എന്താണ്? പറ്റുവിനയാണ്, അപൂർണമാണ് അല്ലേ? പക്ഷെ രാജാവ് ഒരു ക്രിയാപദമാണോ? അല്ല. വരുന്നയാൾ. വരുന്ന എന്നുള്ളത് എന്താണ്? വിനയച്ചമാണ്. പക്ഷെ എന്താണ്? ആളെന്താണ്? ക്രിയാപദമാണോ? അല്ല. കുട്ടി എന്താണ്? ക്രിയാപദമല്ല. ഓക്കെ, അടുത്ത് നോക്കുക. അന്നവുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ല് ഏത്? അന്നം. എന്താണ്? ഊണിന് കൃത്യം, വാക്കിന് സത്യം. അടുത്താണ് വേദപാരംഗതൻ. എന്താ വേദപാരംഗതൻ? പാരംഗതൻ എന്ന് പറഞ്ഞാൽ സമർത്ഥൻ എന്നാണ് അർത്ഥം. വേദത്തിൽ സമർത്ഥനായവൻ ആരാണ്? വേദപാരംഗതനായവൻ ആരാണ്? ഓപ്ഷൻ ബി, വേദത്തിൽ പാരംഗതനായവൻ. വേദത്തിൽ പാരംഗതനായവൻ. ബാർക്കിംഗ് ഡോഗ് സെൽഡം ബൈറ്റ്. കുരയ്ക്കും പട്ടി
കടിക്കില്ല എന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. കുരയ്ക്കും പട്ടി കടിക്കില്ല. കേരള പാണിനി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? കേരള പാണിനി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ഓപ്ഷൻ ബി AR രാജരാജവർമ്മ. ഓപ്ഷൻ ബി AR രാജരാജവർമ്മ. അടുത്തത് ശരിയായ വാക്യപ്രയോഗം കണ്ടെത്താൽ. ഇതിൽ നോക്കുക, നമുക്ക് ഓപ്ഷനിൽ നിന്ന് തന്നെ ഉത്തരം പെട്ടെന്ന് കണ്ടെത്താൻ കഴിയും. ആദ്യത്തെ പദത്തിന് സമാനമായിട്ടുള്ളതിനായിരിക്കും അതിലുപയോഗിക്കുന്ന രണ്ടാമത്തെ പദവും എന്നാണ് ഏക നിബന്ധന. നോക്കുക, മദ്യം തൊട്ടാൽ രുചിക്കുക ചെയ്യരുത്. ഓപ്ഷൻ ബി മദ്യം തൊടുകയോ രുചിക്കുകയോ ചെയ്യരുത്. ഓപ്ഷൻ സി മദ്യം തൊട്ട് രുചിക്കുക ചെയ്യരുത്. ഓപ്ഷൻ ഡി മദ്യം തൊടുകയോ രുചിച്ചിട്ടോ ചെയ്യരുത്. നമുക്ക് വായിക്കുമ്പോൾ തന്നെ അറിയാം ആദ്യത്തെ പദത്തിന് സമാനമായിട്ട് തന്നെ അല്ലെങ്കിൽ അതേ ടോണിൽ വരുന്ന മറ്റൊരു പദം ഏതായിരിക്കും? തൊടുകയോ രുചിക്കുകയോ ചെയ്യരുത് എന്നുള്ളതാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. മദ്യം തൊടുകയോ രുചിക്കുകയോ ചെയ്യരുത്. നമ്മളൊന്ന് വായിച്ചു നോക്കുക. ഓപ്ഷൻ ഒന്ന് വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം ഒരേ ശൈലിയിൽ വരുന്നുണ്ടോ ഒരേ ടോണിൽ വരുന്നുണ്ടോ എന്ന് നോക്കുക. അതിനനുസരിച്ച് മാർക്ക് ചെയ്യുക. അടുത്തത് അമ്മയുടെ പര്യായ പദമല്ലാത്തത്. നമുക്കറിയാം അമ്മയുടെ പര്യായ പദങ്ങൾ ഏതൊക്കെയാണ്? ജനയിത്രി, ജനനി, ജനിത്രി. ജനയിതാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അച്ഛൻ എന്നല്ലേ അർത്ഥം. അപ്പോൾ അമ്മയുടെ പര്യായമല്ലാത്ത പദം ഏതാണ്? ജനയിതാവ്. ഓപ്ഷൻ സി ജനയിതാവ്. അടുത്തത് MT വാസുദേവൻ നായരുടെ രണ്ടാം ഊഴം എന്ന നോവലിലെ കേന്ദ്ര കഥാപാത്രം ആരായിരുന്നു? MT വാസുദേവൻ നായരുടെ രണ്ടാം ഊഴം എന്ന കൃതിയിലെ കഥാപാത്രം ഭീമൻ. ഓപ്ഷൻ എ ഭീമൻ എന്നുള്ളതാണ് ശരിയായ ഉത്തരം. അടുത്തത് കാലയിൽ പിടിച്ചാൽ തോളയിൽ കയറും ആരാണ്? ഓപ്ഷൻ ഡി കുട. അടുത്തത് കടുത്ത വേനലിൽ ചെടികൾ ഉണങ്ങി നശിക്കും, കടുത്ത വേനലിൽ വൃക്ഷങ്ങൾ ഇല പൊഴിക്കും. ഈ രണ്ട് വാക്യങ്ങളും ചേർത്ത് എഴുതിയാൽ എങ്ങനെ വരും എന്നുള്ളതാണ്. നമുക്കറിയാം ആദ്യത്തെ വാക്ക് എങ്ങനെയാണോ അതുപോലെ തന്നെ ആയിരിക്കണം രണ്ടാമത്തെ വാക്കും എന്ന് പറഞ്ഞിരുന്നു. അതാണ് ഏക ഹിന്റ് അല്ലേ. ഓപ്ഷൻ എ കടുത്ത വേനലിൽ ചെടികൾ ഉണങ്ങി നശിച്ച വൃക്ഷങ്ങൾ ഇല പൊഴിക്കും. ഏതെങ്കിലും ബന്ധമുണ്ടോ ആദ്യത്തെ വാക്കും രണ്ടാമത്തെ വാക്കും തമ്മിൽ കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു പ്രത്യയം ഉണ്ടോ? ഇല്ല. ഓപ്ഷൻ ബി വേനൽ കടുക്കുമ്പോൾ ചെടികളും വൃക്ഷങ്ങളും ഇല പൊഴിച്ചു നശിക്കും. അവിടെ ചെടികളും വൃക്ഷങ്ങളും ഇല പൊഴിച്ചു നശിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളൂ. അവിടുത്തെ ക്രിയയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. അവിടെ ഒരു പ്രത്യയങ്ങളും സൂചിപ്പിക്കുന്നില്ല. ഓപ്ഷൻ സി കടുത്ത വേനലിൽ ചെടികൾ ഉണങ്ങി നശിക്കുകയും വൃക്ഷങ്ങൾ ഇല പൊഴിക്കുകയും ചെയ്യും. ഇല്ലേ? ഉണങ്ങി നശിക്കുകയും ഇല പൊഴിക്കുകയും രണ്ട് വാക്കുകളും ഒരുപോലെയല്ല വാക്യത്തിൽ പ്രയോഗിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. കടുത്ത വേനലിൽ ചെടികൾ ഉണങ്ങി നശിക്കുകയും വൃക്ഷങ്ങൾ ഇല പൊഴിക്കുകയും ചെയ്യും എന്നുള്ളത്. അടുത്തത് വാട്ട് എ ഡേർട്ടി സിറ്റി എന്നതിന്റെ ഏറ്റവും ഉചിതമായിട്ടുള്ള മലയാള രൂപം ഏതാണ്? എന്തൊരു വൃത്തികെട്ട നഗരം. വാട്ട് എ ഡേർട്ടി സിറ്റി, എന്തൊരു വൃത്തികെട്ട നഗരം എന്നുള്ളതാണ്. അടുത്തത് കോവിലൻ ആരുടെ തൂലിക നാമമാണ്? നമുക്കറിയാം കോവിലൻ VV അയ്യപ്പൻ അല്ലേ. കോവിലിൽ ഒരു വി ഇല്ലേ? ഓർത്ത് വയ്ക്കുക VV. ആ കോവിലിന് ഒരു വാതിലൂടെ ഉണ്ടെന്ന് ഓർക്കുക. അപ്പൊ എന്താണ്? VV അയ്യപ്പൻ. കോവിലൻ VV അയ്യപ്പൻ. അടുത്തത് പപ്പു ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ഓപ്ഷൻ ഡി ഓടയിൽ നിന്ന്. പപ്പു ഏത് കൃതിയിലെയാണ്? ഓപ്ഷൻ ഡി ഓടയിൽ നിന്ന്. നാലാമത്തെ ചോദ്യം താഴെ കൊടുത്തവയിൽ ഏറ്റവും ഉയർന്ന തുകയുള്ള സാഹിത്യ പുരസ്കാരം ഏതാണ്? താഴെ കൊടുത്തവയിൽ ഏറ്റവും ഉയർന്ന തുകയുള്ള സാഹിത്യ പുരസ്കാരം ഏത് എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ജ്ഞാനപീഠം. ഓപ്ഷൻ ഡി ജ്ഞാനപീഠം. മലയാളത്തിൽ കൊടുക്കുന്ന, അതായത് കേരള സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന മലയാള സാഹിത്യത്തിലെ ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. എഴുത്തച്ഛൻ പുരസ്കാരത്തിന് സമ്മാന തുക 5 ലക്ഷം രൂപയാണ്. എഴുത്തച്ഛൻ പുരസ്കാരത്തിന് സമ്മാന തുക 5 ലക്ഷം രൂപയാണ്. കേന്ദ്ര സർക്കാർ കൊടുക്കുന്നതാണ് ജ്ഞാനപീഠം. കേന്ദ്ര സർക്കാർ കൊടുക്കുന്നതാണ് ഏറ്റവും ഉയർന്നതാണ് ഇത് ജ്ഞാനപീഠം എന്ന് പറയുന്നത്. എത്ര മലയാളികൾക്ക് ഇതുവരെ ജ്ഞാനപീഠം ലഭിച്ചിട്ടുണ്ട്? 6 മലയാളികൾക്ക്. ഏറ്റവും അവസാനമായി ലഭിച്ചത് 2019 അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കാണ് 2019 ജ്ഞാനപീഠം അവാർഡ് ലഭിച്ചത്. 6 മലയാളികൾക്ക് കിട്ടിയിട്ടുണ്ട്. 6ാമത്തെ മലയാളിയാണ് അക്കിത്തം. അടുത്തത് രാവിലെ എന്ന പദം തിരിച്ചെഴുതുക. എങ്ങനെ എഴുതുക? രാവിൽ അധികം എ. എന്താണ്? രാവിൽ അധികം എ. താഴെ കൊടുത്തവയിൽ ശരിയായ പദം ഏതാണ്? പുനർചിന്ത. ഓപ്ഷൻ എ. ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ പുനർചിന്ത. ഓപ്ഷൻ എ പുനർചിന്ത. അളവ് എന്നർത്ഥം വരുന്ന പദം ഏതാണ്? അളവ് എന്നർത്ഥം വരുന്ന പദം ഏതാണ്? ഓപ്ഷൻ ബി പരിമാണം. പരിമാണം. പരിണാമം എന്ന് പറഞ്ഞാൽ മാറ്റം എന്നല്ലേ. പരിമാണം. മാണം അളവ്. പരിമാണം അളവ്. അടുത്ത ചോദ്യം താഴെ കൊടുത്തവയിൽ ശരിയായ പദം ഏത്?
ഏതാണ് ശരിയായ പദം? യാദൃശ്ചികം. ഓപ്ഷൻ ഡി ആണ് ശരിയായ പദം, യാദൃച്ഛികം. വിമിഷ്ടം എന്നല്ല, വിമ്മിട്ടം എന്നാണ്. നിഘണ്ടു ലാഞ്ചന എന്നിവ എഴുതിയത് എന്താണ്? അക്ഷരപിശകാണ്. വിമിഷ്ടം എന്ന് പറയുമെങ്കിലും വിമ്മിട്ടം എന്നാണ് ശരിയായ പദം. യാദൃച്ഛികം എന്നാണ് ഇതില് കൊടുത്തിട്ടുള്ളതിൽ ഏറ്റവും ശരിയായ പദം യാദൃച്ഛികം എന്നാണ്. വിമിഷ്ടം, നിഘണ്ടു, ലാഞ്ചന ഇത് മൂന്നും തെറ്റാണ്. ശരിയായ പദം യാദൃശ്ചികം എന്നുള്ളതാണ്. ശരിയായ വാക്യം ഇതും അതുപോലെ തന്നെയാണ്. ഓപ്ഷൻ നോക്കി കണ്ടുപിടിക്കേണ്ടതാണ്. രണ്ട് വാക്കുകൾ, ഒരേ അർത്ഥം വരുന്ന രണ്ട് വാക്കുകൾ ഒരുപോലെ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വാക്യം തെറ്റാണ് എന്നാണ്. എല്ലാ ബുധനാഴ്ച തോറും ഞങ്ങൾ ചന്തയിൽ പോവാറുണ്ട്. എല്ലാ തോറും രണ്ടും ഒരേ അർത്ഥമല്ലേ? അപ്പോൾ ആദ്യത്തെ വാക്ക് എന്താണ്? തെറ്റാണ്. എല്ലാ തോറും എന്നീ രണ്ട് വാക്കുകൾ ഒരു വാക്യത്തിൽ ഒരുമിച്ച് ഉപയോഗിക്കേണ്ട കാര്യമില്ല. അടുത്തത്, വേറെ ഗദ്യന്തരം ഇല്ലാഞ്ഞിട്ടാണ് അവൻ നാട് വിട്ടത്. വേറെ ഗദ്യന്തരം അല്ലെങ്കിൽ മറ്റു ഗദ്യന്തരം രണ്ടും ഒരർത്ഥമാണ്. വേറെ ഗദ്യന്തരം എന്നീ രണ്ട് വാക്കുകൾ അല്ലെങ്കിൽ മറ്റു ഗദ്യന്തരം എന്നീ രണ്ട് വാക്കുകൾ ഒരുമിച്ച് ഉപയോഗിക്കാറില്ല. അത് തെറ്റാണ്. അടുത്തോ, ഏകദേശം 100ഓളം പേർ വിനോദയാത്രയിൽ പങ്കെടുത്തു. 100ഓളം, ഏകദേശം രണ്ടും ഒരേ അർത്ഥമല്ലേ വരുന്നത്? അതുകൊണ്ട് തന്നെ ആ വാക്യവും തെറ്റാണ്. ഓപ്ഷൻ സി നോക്കുക. പരീക്ഷ കഠിനമായതാണ് കുട്ടികൾ തോൽക്കാൻ കാരണം. ശരിയല്ലേ? അവിടെ എന്തെങ്കിലും തെറ്റുണ്ടോ? ഇല്ല. അപ്പോൾ ശരിയായ ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി, പരീക്ഷ കഠിനമായതാണ് കുട്ടികൾ തോൽക്കാൻ കാരണം. അടുത്ത ചോദ്യം, ലജ്ജ എന്ന അർത്ഥം വരുന്ന പദം ഏത് എന്നാണ്. ലജ്ജ എന്ന അർത്ഥം വരുന്ന പദം ഏതാണ്? രൂപ. ലജ്ജ എന്ന അർത്ഥം വരുന്ന പദമാണ് രൂപ. വ്രീള എന്ന് പറഞ്ഞാലും ലജ്ജ എന്ന് തന്നെയാണ് അർത്ഥം. വ്രീള, വ്രീള എന്ന് പറഞ്ഞാലും ലജ്ജ എന്നാണ് അർത്ഥം. രൂപ എന്ന് പറഞ്ഞാലും ലജ്ജ എന്നാണ് അർത്ഥം. അടുത്തത്, താഴെ പറയുന്നവയിൽ ജലത്തിന്റെ പര്യായം അല്ലാത്തത് ഏത്? അപ്പോൾ ജലത്തിന്റെ പര്യായം ഏതൊക്കെയാണ്? അമ്പു, സലിലം, തോയം, വാരി. ഏതൊക്കെയാണ് ജലത്തിന്റെ പര്യായം? അമ്പു, സലിലം, തോയം, വാരി. അപ്പോൾ ഇതില് ജലത്തിന്റെ പര്യായം അല്ലാത്ത വാക്ക് ഏതാണ്? നളിനം. നളിനം എന്ന് പറഞ്ഞാൽ എന്താണ്? താമര. നളിനം, കമലം, പത്മം, രാജീവം, അംബുജം, വാരിജം. എന്താർത്ഥം? നളിനം, അംബുജം, വാരിജം എല്ലാം എന്താണ്? താമര എന്നർത്ഥം. നളിനി, പത്മിനി, കമലിനി എന്താണ്? താമര പൊയ്ക. നളിനി, പത്മിനി, കമലിനി എന്ന് പറഞ്ഞാൽ എന്താണ്? താമര പൊയ്ക. അടുത്ത ചോദ്യം, നിണം എന്നർത്ഥം വരുന്ന പദം ഏത്? നമുക്കറിയാം നിണം എന്ന് പറഞ്ഞാൽ രക്തം എന്നാണ്. രക്തം എന്താണ്? രുധിരം. രുധിരം, രക്തം എന്നർത്ഥം വരുന്ന ഏതാണ്? രുധിരം. രക്തം, രുധിരം, നിണം, രോഹിതം, ശോണിതം. രക്തം, രുധിരം, നിണം, രോഹിതം, ശോണിതം എല്ലാം എന്താണ്? രക്തം എന്നാണ് അർത്ഥം. നിണം എന്ന അർത്ഥം വരുന്നത് ഏതാണ്? രുധിരം, രക്തം, ചോര എന്ന് പറയും അല്ലേ? ശരിയായ പദം ഏതാണ്? പാദസരം എന്ന് എഴുതുമ്പോൾ നമ്മളെല്ലാവരും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് എഴുതാറുണ്ട്. പാദസരം വളരെ സിമ്പിളാണ്. ആർഭാടോ ആഡംബരമൊന്നും ഇല്ലാത്തതാണ് പാദസരം. സാധാരണ പാദസരം എങ്ങനെയാണ് എഴുതുക അതുപോലെ തന്നെയാണ്. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ എ, ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. I didn't see any reason to disbelieve his statement. ഈ വാക്യത്തിന്റെ ഉചിതമായ തർജ്ജമ ഏത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഓപ്ഷൻ നോക്കിയിട്ട് മാത്രം ഉത്തരം എഴുതുക. കുറച്ച് ട്രിക്കി ആയിട്ടുള്ളതാണ്. ഇത് നോക്കുക. അയാളുടെ പ്രസ്താവന വിശ്വസിക്കാൻ ഞാൻ കാരണം കാണുന്നില്ല. അയാളുടെ പ്രസ്താവന ഞാൻ വിശ്വസിക്കുന്നില്ല. അയാളുടെ പ്രസ്താവന വിശ്വസിക്കാതിരിക്കാൻ ഞാൻ കാരണമൊന്നും കാണുന്നില്ല. അയാളുടെ പ്രസ്താവനയിൽ വിശ്വസനീയമായ കാരണമൊന്നും ഞാൻ കാണുന്നില്ല. അപ്പോൾ ഓപ്ഷൻ സി, അയാളുടെ പ്രസ്താവന വിശ്വസിക്കാതിരിക്കാൻ ഞാൻ കാരണമൊന്നും കാണുന്നില്ല എന്നാണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ സി. അടുത്തത്, പെട്രോൾ വേഗത്തിൽ കത്തുന്നതാണ്. ഇതിന്റെ സമാനമായിട്ടുള്ള ഇംഗ്ലീഷ് വാക്യം ഏത്? പെട്രോൾ വേഗത്തിൽ കത്തുന്നതാണ് ഏതാണ്? ഓപ്ഷൻ സി, പെട്രോൾ ഈസ് നോട്ട് ഇൻഫ്ലേമബിൾ. അവിടെ നോട്ട് എന്നുണ്ട് അല്ലേ? എന്താണ്? ഒരു നെഗറ്റീവ് സെന്റൻസ് ആണ്. അതല്ലാന്ന് നമുക്ക് ആദ്യം തന്നെ ഓപ്ഷൻ കട്ട് ചെയ്ത് കളയാൻ പറ്റും. പെട്രോൾ കോസസ് ഇൻഫ്ലമേഷൻ. പെട്രോൾ ഇസ് ഇൻഫ്ലമേറ്ററി. പെട്രോൾ ഇസ് ഹൈലി ഇൻഫ്ലേമബിൾ. ഇത് മൂന്നും ഒരേ അർത്ഥമാണ് വരുന്നത് ഇല്ലേ? പക്ഷെ അവിടെ ശ്രദ്ധിക്കുക, പെട്രോൾ വേഗത്തിൽ കത്തുന്നതാണ് എന്നല്ലേ? അപ്പോൾ എന്താണ് ഉത്തരം? പെട്രോൾ ഈസ് ഹൈലി ഇൻഫ്ലേമബിൾ. വേഗത്തിൽ അല്ലേ? പെട്രോൾ ഈസ് ഹൈലി ഇൻഫ്ലേമബിൾ. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. പെട്രോൾ ഈസ് ഹൈലി ഇൻഫ്ലേമബിൾ. പെട്രോൾ വേഗത്തിൽ കത്തുന്നതാണ്. അടുത്തത്, അമ്മ കട്ടിലിൽ ഇരുന്നു. ഇൽ, ആധാരികയിൽ. ഇൽ എന്ന് പറഞ്ഞാൽ ഏതാണ്? ആധാരിക. ആധാരിക ഏത് വിഭക്തിയാണ്? ആധാരിക. ഒരു നാമത്തിന് അതിന് ക്രിയയോടോ അല്ലെങ്കിൽ മറ്റു നാമപദങ്ങളോടോ എന്താണ് ബന്ധം എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇത് വിഭക്തി.
അപ്പോൾ ഇൽ എന്നുള്ള പ്രത്യയമാണ് വരുന്നതെങ്കിൽ എന്താണ് ആധാരിക. അടുത്തത് ദീപാവളി കുളിക്കുക എന്ന അർത്ഥം വരുന്ന ശൈലി ഏതാണ്? ദീപാവളി കുളിക്കുക ദൂർത്തടിച്ച് നശിപ്പിക്കുക അല്ലെങ്കിൽ ദൂർത്തടിച്ച് ദുർവ്യയം ചെയ്ത് നശിക്കുക എന്നാണ് അർത്ഥം വരിക. ദീപാവളി കുളിക്കുക. ഗണപതിക്ക് കുറിക്കുക എന്ന് പറഞ്ഞാലോ ആരംഭിക്കുക. ശതകം ചൊല്ലിക്കുക എന്ന് പറഞ്ഞാൽ വിഷമിപ്പിക്കുക. 12-ാം മണിക്കൂർ എന്ന് പറഞ്ഞാൽ അവസാന നിമിഷം. അതെല്ലാം അറിയാലോ. ശതകം ചൊല്ലിക്കുക കഷ്ടപ്പെടുത്തുക. ധൃതരാഷ്ട്രാലിംഗനം എന്താണ്? ധൃതരാഷ്ട്രാലിംഗനം ഉള്ളിൽ പക വെച്ചിട്ട് പുറമേ നടത്തുന്ന സ്നേഹപ്രകടനം അല്ലേ. ധനാശി പാടുക എന്നാണ്? അവസാനിക്കുക അല്ലെങ്കിൽ അവസാനിപ്പിക്കുക. ധനാശി പാടുക എന്ന് പറഞ്ഞാൽ എന്താണ്? അവസാനിക്കുക അല്ലെങ്കിൽ അവസാനിപ്പിക്കുക. ഗജനി മീലനം എന്തായിരിക്കും? കണ്ടാലും കണ്ടില്ലെന്ന നാട്യം.